ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലും ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എൻ്റെ കൂടെ ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞ്. ആമേൻ. കർത്താവ് നിങ്ങളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ സകലത്തിലും അത്ഭുതമാക്കി അടയാളമാക്കി ദൈവം നിങ്ങളെ മാറ്റുന്നല്ലോ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇന്ന് പുതിയതായിട്ട് പ്രാർത്ഥനയ്ക്ക് പങ്കുചേർന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ എനിക്കറിയാം ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം സമയപരിധി ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഞാൻ ഒത്തിരി ആൾക്കാർക്ക് വാട്സാപ്പിൽ എനിക്ക് പ്രയർ റിക്വസ്റ്റുകൾ വന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ലേറ്റ് ആകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കൃപ, നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം. ആ അഭിഷേകത്തെ നിങ്ങൾ ഉപയോഗിക്കുക. ഒരേ സമയം നമുക്കറിയാം, ഇന്ന് നമ്മളത് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അഭിഷേകത്തിൻ്റെ പകർച്ച നിങ്ങളുടെ മേലും ഉണ്ടാവും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ആ ദൂതന്മാരെൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. ദൂതന്മാരെൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്. ആമേൻ. ഇന്ന് ഫേസ്ബുക്കിൽ എന്നെ ലൈവിൽ കാണുന്നവരെ കൂടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പ്രയറിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ സൂമിലേക്ക് വരിക. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ സൂമിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം ചിലപ്പം ചില ആലോചന, ഞാനൊരു തുടക്കത്തിൽ ഒരു ആലോചന നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം. സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജെസ്സി ജേക്കബ് എന്ന് പറഞ്ഞ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്കുണ്ടോ? സഹോദരി കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് യൂസിലോ മറ്റാന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇടപെട്ടൊരു കാര്യമാണ്. പക്ഷെ നേരത്തെ വന്ന് ആ സഹോദരി ആ സാക്ഷ്യം കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടത്. അത് എന്നയച്ചാൽ ഞാൻ ശ്രദ്ധിച്ചുമില്ല. കുറേ പ്രയർ റിക്വസ്റ്റുകളും സാക്ഷികളും കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ കണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നത് അയച്ചിട്ടുണ്ട്. സഹോദരി അത് ഇന്ന് പ്രാർത്ഥനയിൽ കയറുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് ആ സാക്ഷ്യം കേൾപ്പിക്കുകയാണ്. എന്തിനാണ് ഈ സാക്ഷ്യമൊക്കെ കേൾപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എത്രവർക്ക് സാക്ഷ്യം കേൾക്കുന്നത് ബലമാണ്. സാക്ഷ്യം നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നതാണ്. നമ്മൾ കേൾക്കുന്ന വചനത്തെ ദൈവം ഉറപ്പിക്കുന്നതാണ് സാക്ഷ്യങ്ങൾ. ഞാൻ ഒരിക്കലും എനിക്ക് വന്നത് കട്ടപ്പനയിൽ ഒരു പ്രാർത്ഥനയിൽ പോകുന്ന സമയത്ത് വളരെ താമസിച്ചാണ് ഞാൻ ആ പ്രാർത്ഥനയിൽ ചെന്നത്. വളരെ ലേറ്റായിട്ടാണ് ഞാൻ ബസ്സിന് അങ്ങോട്ട് പോയത്. കാര്യം പെട്ടെന്നുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വണ്ടിയെ പോകാൻ പറ്റിയില്ല. ഞാൻ ബസ്സിനാണ് പോയത്. അപ്പോൾ ഞാൻ ആ ബസ്സാണെങ്കിൽ കറങ്ങി 11 മണിക്ക് എത്തേണ്ട ഞാൻ ആ പ്രാർത്ഥനാ ഹാളിൽ ചെന്നപ്പോൾ തന്നെ 1:30 ഒത്തിരി ലേറ്റായിട്ടാണ് പ്രയർ ഹാളിൽ ചെന്നത്. പക്ഷേ ദൈവകൃപയാൽ അവർ ക്ഷമയുള്ള ആൾക്കാരായതുകൊണ്ട് അവരാരും പോയില്ല. അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവിടുത്തെ കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രദർ വന്ന്, കുഴപ്പമില്ല ബ്രദർ ഇഷ്ടംപോലെ സമയം എടുത്തു, ആർക്കും പോകണം താല്പര്യമില്ല, കാത്തിരിക്കുമായിരുന്നു പറഞ്ഞു വചനം കേൾക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ദൈവകൃപ ഞാനൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തോളം രാവിലെ ബസ്സിൽ കയറിയതാണ് കോട്ടയത്തു നിന്നും. ഒത്തിരി ലേറ്റായി, വണ്ടി കറങ്ങി. ഞാൻ ദൈവകൃപയിൽ ദൈവം തന്ന വചനം പറയാൻ തുടങ്ങി, ദൈവം തന്ന ആലോചനകൾ പറയാൻ തുടങ്ങി. അതിന് ശേഷം എനിക്ക് വന്ന പ്രാർത്ഥന വെച്ച് നീണ്ടുപോയി. അപ്പോൾ എനിക്ക് വല്ലാതെ ക്ഷീണം ഉണ്ടായിരുന്നു, യാത്രയുടെ ക്ഷീണം, വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനെന്ന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആൾക്കാർ നിൽക്കുക. അപ്പം ഞാനിങ്ങനെ വേഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പോകാം എന്ന് നിൽക്കുമ്പം ഒരു അപ്പച്ചൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, ഭയങ്കര ചാട്ടമാണ്. പ്രാർത്ഥന കഴിഞ്ഞു 10-25 വയസ്സുള്ള ഒരു അപ്പച്ചൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ ചാടിക്കൊണ്ടിരിക്കുന്ന അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് ആളോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പോയി ചോദിച്ചു, എന്താ അപ്പച്ചൻ എന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ മിലിറ്ററിക്കാരനായിരുന്നു, മിലിറ്ററി റിട്ടയർമെൻ്റ് ആയി, അവിടുന്ന് വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് എൻ്റെ കാലിലൊരു ചട്ടുപോലെ, എന്തോ ഒരു അന്നത്തെ ട്രെയിനിങ്ങിലോ അല്ലെങ്കിൽ അന്നത്തെ പണ്ടത്തെ കാലത്ത് എന്തോ സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു മിലിറ്ററി ജീവിതത്തിൽ. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റത്തില്ല, ഞൊണ്ടിയാണ് നടക്കുന്നത്, കാലിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രാർത്ഥനയുടെയും വചന കേൾവിയുടെയും മധ്യത്തിൽ വല്ലാത്തൊരു ദൈവശക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മേൽ വരികയും അദ്ദേഹം പറയുകയാണ്, വർഷങ്ങൾ കൂടി മിലിറ്ററിയിൽ അന്ന് നടന്ന സമയങ്ങളിൽ ചാടിയതുപോലെ ഈ പ്രായമായ വയസ്സാം സമയത്തും അദ്ദേഹം ചാടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറയാം, വലിയൊരു എനർജി എൻ്റെ മേൽ വന്നു,
എൻ്റെ കാലുകൾ നേരത്തെ എനിക്ക് ഞൊണ്ടി നടന്ന് ഞാനിപ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു, എനിക്ക് തുള്ളി ചാടാൻ പറ്റുന്നു, കർത്താവ് എനിക്ക് ബലവും അത്ഭുതവും തോന്നി. ഇത് കേട്ടപ്പം അതുവരെ വിശന്നിരുന്ന എൻ്റെ വിശപ്പ് അങ്ങ് പോയി. അതുവരെ ക്ഷീണിച്ചിരുന്ന എൻ്റെ ക്ഷീണം അങ്ങ് പോയി. കാര്യം ആ സാക്ഷ്യം എന്നെ അങ്ങ് ബലപ്പെടുത്തി. പിന്നെ നിന്നങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ കൃപയാൽ ദൈവപ്രവൃത്തി കാണാൻ പറ്റും. നമ്മുടെ മിടുക്കല്ല, കർത്താവിൻ്റെ അതാണ് ഒരു സാക്ഷ്യം ബലപ്പെടുത്തും. നിങ്ങൾ പറയുന്ന ഒരു സാക്ഷ്യവും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് മുന്നോട്ട് സുവിശേഷം പറയുവാൻ ക്രിസ്തുവിൽ അതൊരു ധൈര്യമാണ്, ഒരു ബലമാണ്. കർത്താവ് ഇന്നും നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാവർക്കും പരസ്പരം ബലമാണ്. അപ്പോൾ ആ സഹോദരി ഏറ്റവും ഒരു സാക്ഷ്യം, ഞാനിത് ആ സഹോദരി പ്രാർത്ഥനയ്ക്ക് കയറില്ലെന്ന് എനിക്ക് തോന്നിയത്. എന്നാലും സഹോദരി കേൾക്കുമ്പം ഞാൻ ആ വോയിസ് കേൾപ്പിക്കുക. കാര്യം എന്തിനാണ് ഞാൻ ഈ വോയിസ് കേൾപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബലപ്പെടാൻ കർത്താവ് തരുന്ന ആലോചനയിൽ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഇടപെടുന്ന ഓരോ കാര്യത്തിലും ദൈവം വിശ്വസ്തനാണെന്നും നിങ്ങൾ ആലോചന കേട്ടവരാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ കർത്താവ് ചെയ്യുമെന്നുള്ള ഞാനൊരു വോയിസ് റെക്കോർഡാണ് സഹോദരി അയച്ചേക്കുന്നത്. ഞാനത് കേൾപ്പിക്കാം. ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം. എൻ്റെ പേര് ജെസ്സി. ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, സഹോദരി അയച്ചൊരു വോയിസ് ആണ്, ഞാൻ കേൾപ്പിക്കാം. അപ്രതീക്ഷിതമായിട്ടാണ് ബ്രദറിന്റെ സൂം മീറ്റിംഗിന്റെ ഓഡിയോ കേട്ടത് യൂട്യൂബിലേക്ക്. അപ്പം ബ്രദർ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഒരു വീട് കാണുന്ന വീട്ടില് ഒരു സ്ത്രീയുടെ ഫോട്ടോ മരിച്ചുപോയ ഒരു സ്ത്രീയാണ്. അവരുടെ പ്രായം പറഞ്ഞപ്പോ ഒരു ഫോട്ടോയും ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന അങ്ങനെ ഒരു ഭാവനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവിടെ ജേക്കബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചും പറഞ്ഞു. ഇത് അത് എന്റെ വീടാണ്, എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് ജേക്കബ്. ആമേൻ. നിങ്ങൾ എത്ര പേര് കേട്ടായിരുന്നു? ഞാൻ നമുക്കിന് രണ്ട് മൂന്ന് ആഴ്ച മുമ്പുള്ള ഒരു പ്രാർത്ഥന എനിക്ക് തോന്നുന്നത് ദൈവാത്മാവ് പറഞ്ഞായിരുന്നു. ഒരു വീട്ടിൽ കാണിക്കുന്ന വീടിൻ്റെ ഒരു അടയാളം കാണിച്ചത്, കയറി ചെല്ലുന്ന വീട്ടിൽ പണ്ട് മരിച്ചു പോയതാണ്, പക്ഷെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ വീടാണ് കർത്താവ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോയുണ്ട്. അതിനകത്ത് ജേക്കബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ ഭവനത്തിലുണ്ട്. ജേക്കബ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ ഭവനത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് എത്ര പേര് കേട്ടായിരുന്നു? ആമേൻ. അതെനിക്ക് 2-3 ആഴ്ച മുമ്പ്. പക്ഷെ ഞാൻ ഈ മെസ്സേജ് അപ്പം അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല യൂട്യൂബിലാണോ സൂമിലാണോ. കാര്യം ഇന്നലെ ദൈവകൃപയാൽ ഇന്നലെ തന്നെ എനിക്ക് വന്ന് ഫേസ്ബുക്കിൽ ഒരു 900-ഓളം പേര് ലൈവിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ ഈ പ്രാർത്ഥനയിൽ കാണുന്നത് കൊണ്ട് എവിടെയാണെന്നുള്ളത് ആരാന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ കഴിഞ്ഞ് കുറേ എനിക്കൊന്ന് ലേറ്റായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് കണ്ടത്. അപ്പോൾ ഞാനിത് കേൾപ്പിച്ചതിൻ്റെ കാര്യം കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ആ സഹോദരി ആദ്യ പ്രാർത്ഥനയ്ക്ക് എനിക്കൊന്നും കയറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയത് ആദ്യമായിട്ടാണ്. എനിക്ക് നിങ്ങൾ കേട്ടല്ലോ, യൂട്യൂബിൽ കണ്ടു, യാദൃശ്ചികമായിട്ടത് കണ്ടു. അപ്പോഴാണ് ആ സഹോദരരുടെ വീടാണ്, അവരുടെ വീടിൻ്റെ അവസ്ഥയാണ്, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡാണ് ആ ഫോട്ടോ, ചെറുപ്പകാലത്തിൽ അമ്മയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുവാൻ. കാര്യം ഞാൻ എന്തിനാണ് ഇത് കേൾപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ കാര്യങ്ങളും അത് വെറുതെ വിളിച്ചു പറയുന്നതല്ല. കർത്താവ് നമ്മുടെ ഇടയിൽ നമ്മെ ഉയർത്തുവാൻ, അനുഗ്രഹിക്കുവാൻ, മാനിക്കുവാൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റി ജീവനുള്ളൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സാക്ഷ്യങ്ങളിലൂടെ ബലപ്പെടുത്തുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞേ. ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ, ഒത്തിരി അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ, ഒത്തിരി അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഇതുപോലെ വാട്സാപ്പിൽ വരുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ നിർബന്ധിക്കാറുണ്ട്, കഴിവതും നിങ്ങൾ യൂട്യൂബ് സൂമിൽ വന്ന് തന്നെ പറയണം. കാര്യം അത് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ, ഞാൻ പറയുമ്പോൾ ചിലപ്പം അത് കേൾപ്പിക്കാറ്, ഞാനത് പറയുമ്പോൾ ഒരു സാധാരണ പോലെ അത് കേൾക്കേണ്ടി വരും. പക്ഷെ ആ അനുഭവത്തിൽ നിൽക്കുന്ന ആളുകൾ പറയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങളെ കർത്താവ് വിടിവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അനുഭവത്തിൽ എന്ന് പറയുമ്പം അത് മറ്റൊരാൾക്ക് ബലമാണ്, ധൈര്യമാണ്. ഇന്നും ഞാൻ പറയുന്നു, അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് വിശ്വസ്തനാണ്, വാക്ക്. അപ്പോൾ ഓരോ ആലോചനകളും ഏറ്റെടുക്കുന്നതോടെ ഞാൻ പറയുന്നു, നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലർക്കും സംഭവിക്കുന്നത് അവർ പ്രവചനങ്ങൾ കേൾക്കും, പക്ഷെ ആ പ്രവചനത്തിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. പലർക്കും അവർക്ക് ആ ആലോചന ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയത്തില്ല. കൂട്ടായ്മകൾ ആചരിക്കണം, ബലപ്പെടണം. കൂട്ടായ്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി തരുന്നത്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഓഫീസിലും നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലും ഹോസ്പിറ്റലിലും ഒക്കെ ചിലവഴിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാം നമ്മൾ കേൾക്കുന്ന വാർത്തയൊന്നും അത്ഭുതം എന്നൊരു വാക്ക് ആരെങ്കിലും പറയുമോ? ഇന്നേ വരെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നിങ്ങൾ ഹോസ്പിറ്റലിലോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അത്ഭുതം നടക്കുമെന്ന്? ഇല്ല. 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 ആമേൻ. അത് കേൾക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, കർത്താവിന്റെ കൂട്ടായ്മ വചനധ്യാനങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രം. വേറെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് നിങ്ങളുടെ വിധിയാന്ന് പറയുന്നത്. ഓ, നമുക്കും അവസ്ഥയാണ്, നിനക്കും അവസ്ഥയാണ്, നിന്റെ സ്ഥിതി അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? കറക്കിക്കൊണ്ടിരിക്കും. പക്ഷെ കൂട്ടായ്മയിൽ ബലപ്പെടുക, ക്രിസ്തുവിൽ ബലപ്പെടുക, ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ, നമുക്ക് ഒരുമിച്ച് വചനങ്ങളെ കേൾക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വിശ്വസ്തനാണ്. ആമേൻ. മാർച്ച് 12 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. എന്നോട് തുടക്കത്തിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, മാർച്ച് 12 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. ആള് മാറിയ വ്യക്തിയെ പോലെ ദൈവം ആക്കാൻ പോവാ. ഏറ്റെടുത്തോണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചനഭാഗം ഈ സൂമിൽ ഇപ്പോൾ മാർച്ച് 12 ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ ഒന്ന് നിങ്ങൾക്ക് പറയാം. അഥവാ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ നമുക്ക് നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതാണ് മാർച്ച് 12. ബ്രദറെ, ഞാൻ ലീല, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് 12. മാർച്ച് 12 ജനിച്ച ഒരു വ്യക്തിയാണ്. ആൾക്ക് വേണ്ടി, അതായത് ഒരു സഹോദരൻ. ഹസ്ബൻഡ് മാത്രമുള്ള സിസ്റ്റർ, വേറെ ആരും ഇല്ലല്ലോ? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് ഞാൻ യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് ഒരു അടുത്ത ലെവലിലേക്ക് ഇന്ന് കയറാൻ പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥന കയറുന്നത്? ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ്, ഞങ്ങൾ ആ മകന് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ, ഞാൻ കാണുന്ന കർത്താവിനെ കാണുന്ന പ്രിയ ആ സഹോദരന്റെ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുക. ആ മകന്റെ ശരീരത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു അത്ഭുതം വെളിപ്പെട്ട് ആള് മാറിയ വ്യക്തിയെ പോലെ ആക്കും. കർത്താവ് എന്നെ കാണിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് 3 വ്യക്തികൾ വന്ന് ഒരുമിച്ച് വരുന്ന ഒരു ദിവസമുണ്ട്. ആ 3 വ്യക്തികൾ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. 3 വ്യക്തികൾ വന്ന് ഒരടയാളമാണ് കർത്താവ് കാണിക്കുന്നത്. അന്നത്തെ ദിവസം മുതൽ ഒരേപോലെ 3 വ്യക്തികൾ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ അകത്തേക്ക് വരുന്നു. ചില മണിക്കൂറുകൾ അവർ സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ്, അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അന്നത്തെ ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് വലിയൊരു മാറ്റത്തെ ദൈവം ചെയ്യാൻ തുടങ്ങും. വലിയൊരു മാറ്റത്തെ കർത്താവ് ചെയ്യാൻ തുടങ്ങും. കർത്താവിനോട് പറയുന്നു, ആ ഒരു അടയാളം വെച്ചോണം. 3 സുഹൃത്തുക്കൾ ഒരുമിച്ച് വരുന്ന ദിവസം മുതൽ, അന്ന് മുതൽ ചില മണിക്കൂറുകൾ അവർ വീട്ടിൽ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം കർത്താവിനോട് പറയുന്ന വീടിൻ്റെ അവസ്ഥകൾക്കകത്ത് അവർ വന്നതുകൊണ്ടല്ല, ഇതൊരു അടയാളമാണ്, തുടങ്ങുന്നതിൻ്റെ ഒരു അടയാളമാണ്. കർത്താവ് എന്നെ കാണിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അത് കർത്താവിൻ്റെ ഒരു സജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ, ഈ ഇപ്പം പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്, കർത്താവ് കണക്ട് ചെയ്യുവാണ്. സജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം കണക്ട് ചെയ്യുവാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇടുന്നതാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവത്തിനെല്ലാം അറിയാം. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, കർത്താവ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തുക. സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഇതാന്ന്? സിസ്റ്റർ ഇത് കേൾക്കുന്നുണ്ടോ? ഒരു സാധ്യത ഇല്ല, ഒരു സാധ്യതയില്ല ബ്രദർ. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രദർ, എന്റെ കർത്താവേ എന്നോട് വേണ്ടി എനിക്ക് വേണ്ടി സംസാരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഓ, എല്ലാവരും മഹത്വം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സിസ്റ്റർ പറഞ്ഞ വാക്കുകളോ, സിസ്റ്റർ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നോട് ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എത്ര വിശ്വസ്തൻ, ദൈവം എത്ര വിശ്വസ്തൻ. ആമേൻ. എത്ര വിശ്വസ്തൻ, എത്ര വിശ്വസ്തൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാം കാണുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചേ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് സൂമിൽ ഫേസ്ബുക്കിൽ കാണുന്നതാണ് ഞാൻ പറയുന്നു. നിങ്ങൾ നേരെ ലിങ്കിൽ താഴെ കൊടുത്തേക്കുന്ന കമന്റിൽ ലിങ്കിലുണ്ട്. നിങ്ങൾ വേഗത്തിൽ സൂം പ്രയറിലേക്ക് പങ്കുചേരുക.
എനിക്ക് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളോട് എനിക്ക് ചോദിക്കണം. എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ പലപ്പോഴും ഇതുകൊണ്ട് ഇപ്പം സഹോദരി ഒരു റിപ്ലൈ നമ്മളിന്ന് കേട്ട നിങ്ങളെ തുടക്കത്തിൽ ആ ഒരു സാക്ഷ്യം കേൾപ്പിച്ചപ്പം നെക്സ്റ്റ് ഒരു പ്രാർത്ഥനയും അടുത്തൊരു ആലോചനയും അതിൻ്റെ മേൽ ചിലപ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രതികരണം ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേഗത്തിൽ സൂമിലേക്ക് നിങ്ങൾ കയറുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നാൽ ഇന്നലെ കേട്ട വചനഭാഗം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആത്മീയ തലത്തെ കുറിച്ച്. എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു യേശുവിൻ്റെ ജീവൻ, അഥവാ യേശുവിൽ, അതായത് നമ്മളൊരു വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു വാക്ക് ഭൂമിയിൽ നമുക്ക് സ്പിരിച്വൽ ഡിമെൻഷൻ. സ്പിരിച്വൽ ഡൈമെൻഷൻ, അടുത്തൊരു തലം. നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ഡൈമെൻഷനെ പറ്റി കേട്ടു. ഇനി ശ്രദ്ധിച്ചിരുന്നോണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുന്ന ആളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോവുക. എൻ്റെ ലൈഫിൻ്റെ അകത്ത് ചേഞ്ചുകൾ ഉണ്ടായത്, മാറ്റങ്ങൾ ഉണ്ടായത് ദൈവവചനം പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോഴാണ്. ദൈവവചനം പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ആ വചനത്തെ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ചേഞ്ചുകൾ ഉണ്ടാകും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കൂട്ടായ്മയൊക്കെ ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബൈക്കിൽ കോട്ടയത്ത് നിന്ന് പാലക്കാട് വരെ വണ്ടി ഓടിച്ച് ഞങ്ങൾ സഹോദരന്മാർ, ആ സമയത്ത് എനിക്ക് വന്നത് 2016-15 ആ സമയത്ത് ബൈക്കിന് പോകുന്ന സമയത്ത് വലിയൊരു ആഗ്രഹമാണ്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകണം, കർത്താവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാവണമെന്നൊരു ആഗ്രഹം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ മുമ്പിൽ പോയ ബൈക്കേ വന്ന 2 സഹോദരന്മാർ, അവർ ഒരാൾക്ക് ഉറക്കം തൂങ്ങി നിൽക്കാൻ പറ്റത്തില്ല. രാത്രി ഞങ്ങൾ തിരിച്ചു വരിക, പാലക്കാട് നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഏകദേശം ഒരു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു 12 മണി 1 മണിയായി. അപ്പോൾ ആ സമയത്ത് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹോദരന്മാർ, ഒരാൾക്ക് ഉറക്കം വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് എടുത്തിട്ട് പുറകിരിക്കുന്ന ആളെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക. അതായത് അവൻ ഉറങ്ങി താഴെ വീഴുക, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി പോകുന്ന, ഓടിക്കുന്ന ആളല്ല, പുറകിരിക്കുന്ന ആൾ. അപ്പം വഴി നിർത്താൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, രാത്രി സമയത്തുള്ള യാത്ര നമുക്കറിയാം, ദുർഘടമായി, എവിടെ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അപ്പം ഞാൻ വിളിച്ചു, ദൈവമേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം അവർക്കുണ്ടോ? പക്ഷെ അവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, കർത്താവിനാൽ ഇന്ന് ഞാൻ ചെയ്യുന്നതിനൊക്കെ എനിക്ക് പ്രതിഫലമുണ്ട്, ദൈവം എന്നെ മാനിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കൂട്ടായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലവും അടുത്തൊരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ സ്പിരിച്വൽ ഡൈമെൻഷനെ പറ്റി ചിന്തിക്കുന്നത്, യേശുവിലുള്ള വ്യക്തി ഒരു സാധാരണക്കാരനല്ല. യേശുവിലുള്ള ഒരു വ്യക്തി, ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഞാനിന്ന് എൻ്റെ രോഗം മാറാൻ വേണ്ടിയും എൻ്റെ വിഷയം മാറാൻ വേണ്ടിയും എൻ്റെ കൊച്ചിൻ്റെ കാര്യം മാറാൻ വേണ്ടിയും എൻ്റെ വിഷയം മാറാൻ വേണ്ടി എൻ്റെ കേസ് മാറാൻ വേണ്ടിയൊക്കെ ഞാൻ വന്നിരിക്കുക. ഇതുമൊക്കെ ആയിട്ട് എന്താ ഈ ഡൈമെൻഷന് ബന്ധം? ഈ ഡൈമെൻഷൻ എന്ന വാക്കുമായിട്ട് എനിക്ക് എന്നാ ബന്ധം? ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം. വചനം ശ്രദ്ധിച്ച് കേട്ടോണം. ആമേൻ. മർക്കോസ് ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരിചിതമായ വാക്യമാണ്. ഇന്നലെ നമ്മൾ യേശുവാകുന്ന ജീവൻ്റെ അപ്പത്തെപ്പറ്റി കേട്ടു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിൽ എപ്പോഴും പറയുന്നൊരു വാക്യമാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ കൂടെ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ എവിടം മുതലാണ് നിങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. നിങ്ങളിൽ എപ്പം മുതലാണ് നിങ്ങൾ ആള് മാറുന്ന ഒരു വ്യക്തിയായി, നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിലുള്ള വ്യക്തിയെപ്പോലെ എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ഫോം ആകുന്നതെന്ന് ഞാൻ പറയാൻ പോവാണ്. ഇത് ശ്രദ്ധിച്ചോണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശു കർത്താവ് പറയുകയാണ് തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ പോയി ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഇതൊരു ഈ സുവിശേഷ പ്രസംഗവുമായിട്ട്, ഇപ്പം ഞാനിപ്പോൾ സുവിശേഷ പ്രസംഗവുമായിട്ട് നിങ്ങളുടെ നാട്ടിൽ വന്നു, നിങ്ങളോട് ഞാൻ സുവിശേഷം പറയുക. അവിടെ വചനം പറയണം, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ മുതൽ മനുഷ്യനുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ ഒരു ബന്ധവുമില്ല. എന്നാൽ 16-ാം അധ്യായം മുതൽ ഈ സുവിശേഷവുമായിട്ട് ഞാൻ കണക്റ്റ് ആകുവാണ്. എങ്ങനെ കണക്റ്റ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ശ്രദ്ധിച്ചോണം, യേശു പറഞ്ഞു ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്താ സുവിശേഷം എന്ന് ആർക്കെങ്കിലും അറിയാവോ? ദൈവരാജ്യത്തെ കുറിച്ചുമുള്ള വിശേഷം, നല്ല വചനം, സത്വാർത്ത. ഇനി ഞാൻ വചനത്തിൽ എന്ന് പറയാം. ഒരു സെക്കൻഡ് ഞാൻ ഒരു വചനത്തിൽ എന്ന് പറയാവേ.
അതിനുള്ളിൽ രാജൻ എന്ന് കർത്താവ് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവിനെ സ്പർശിക്കുന്നതിനെ കാണിക്കുക. രാജൻ എന്നാണ് ആ ഒരു വീട്ടിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പേര് രാജൻ. ആ വ്യക്തിയെ, ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ പോവാ. ഏറ്റെടുത്തോ? ഇതിനകത്ത് ഉണ്ടല്ലേ പുഷ്പ? ഓക്കെ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. കർത്താവിനെ കാണിക്കുന്ന ആ കുടുംബത്തെ ദൈവം തൊടാൻ പോവാ കേട്ടോ. കർത്താവ് പറയുന്നു, ദൈവ കുടുംബത്തെ തൊടാൻ പോവാ. പരിശുദ്ധാത്മാവ് എന്ന കുടുംബത്തിൽ തൊടാൻ പോവാ. ഒരു മഴ പെയ്യുന്നത് പോലെ ദൈവപ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടാൻ പോവാ. എന്നോട് ഇങ്ങനെ കർത്താവിനെ പറയുന്നു, ഒരിക്കലും ഒരു സാധ്യതയില്ലെന്ന് വിധി പറഞ്ഞിട്ടേക്കുന്ന സ്ഥാനത്ത് അവസ്ഥകളെ ദൈവം മാറ്റാൻ പോവാ. ഒരു മഴ പെയ്ത് വീഴുന്നത് പോലെ, അപ്രതീക്ഷിതമായിട്ട് ഒരു മഴ വരുന്നത് പോലെ കർത്താവിൻ്റെ പ്രവൃത്തികൾ വരാൻ പോവുക. ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നു, പലപ്പോഴും കുടുംബത്തിൻ്റെ അകത്ത് പലപ്പോഴും ചേരാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെയും തമ്പുരാൻ മറികടന്ന് സാക്ഷ്യമാക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ, അങ്ങ് അത്ഭുത മന്ത്രിയാണല്ലോ അപ്പ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പൊ എന്താണ് സുവിശേഷമെന്ന് ഞാൻ പറയാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം നിങ്ങൾ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ ബൈബിള് പറയാണ്, യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയല്ല അവിടെ കാണിച്ചിരിക്കുന്നത്. ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നും, അല്ലെങ്കിൽ ദാവീദിന്റെ അഴിഞ്ഞുപോയ കൂടാരത്തെ പണിയുവാൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കുമെന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക. ഇവിടെ മുതലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഒരു മഹാനായ യേശു ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല സുവിശേഷം. ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആ വചനം നോക്കണം. ജനിച്ചു, മരിച്ചു, അടുത്തത് എന്തുവാ? ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം. നമ്മൾ നിൽക്കുന്ന ആത്മമണ്ഡലം, നിങ്ങൾ നിൽക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഞാൻ പറയാൻ പോവാണ്. ലോകത്തിലെ സകല രാജാക്കന്മാരും ജനിച്ചു, യുദ്ധം ചെയ്തു, പിടിച്ചടക്കി, പലതും ചെയ്തു, മരിച്ചു, ഉയർത്തിട്ടില്ല. അവരിപ്പോഴും ഒരു ചില്ലിട്ട ഫോട്ടോയായിട്ട് കല്ലറയിൽ ജനനം മരണം എഴുതി വെച്ചിരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, അവൻ ജനിച്ചു, മരിച്ചു, ഉയർത്തു, ആ യേശുവിനെ ഓർക്കുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഇതാണ് യേശു പറഞ്ഞത്. നിങ്ങൾ ഉയർത്തിട്ട യേശു പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ഇപ്പം മനസ്സിലായോ? അപ്പം നമ്മുടെ സുവിശേഷ ജീവിതം എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ ശക്തിയുള്ള ജീവിതമാണ്. മരിച്ചടക്കപ്പെട്ട് അവസാനിച്ച ജീവിതമല്ല, ഉയർപ്പിൻ്റെ ജീവിതമാണ് വിശ്വാസ ജീവിതം. അപ്പം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഉയർപ്പിൻ്റെ ശക്തിയുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ കൂടെ പറ, ഉയർപ്പിൻ്റെ ശക്തിയുമായിട്ടാണ് ഞാൻ നടക്കുന്നതെന്ന് പറ. ഉയർപ്പിന്റെ ശക്തിയുമായിട്ടാണ് ഞാൻ ഉയർപ്പിൻ്റെ ശക്തിയുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഉയർപ്പിന്റെ ശക്തിയുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ ഉയർപ്പിന്റെ ശക്തിയുമായിട്ട് നടക്കുന്ന എന്നെ പറ്റി പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ നമ്മൾ യേശുവിന്റെ സുവിശേഷത്തെ വിശ്വസിച്ച്, യേശു എൻ്റെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, ഞാൻ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയെ സ്വീകരിച്ചിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോണം, ഉയർപ്പിൻ്റെ ശക്തിയെ സ്വീകരിച്ച ഇനി നിങ്ങൾക്ക് സാധാരണ വ്യക്തിയെ പോലെ നടക്കാൻ പറ്റത്തില്ല. അപ്പം അതെന്താ ബ്രദറെ അങ്ങനെ പറയാൻ കാരണം? അടുത്ത വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുക? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഓ, യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ പറ, ഇന്നലെ ഞാൻ സംസാരിച്ചതിന്റെ ബാക്കിയാണ് പോകുന്നത്. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ കൂടെ പറ, നടക്കും എന്ന് പറ. നടക്കും. സൗഖ്യങ്ങൾ നടക്കും.
അത്ഭുതങ്ങൾ നടക്കും. വചനം പറയുന്നത് these sign will accompany those who believe. ശ്രദ്ധിച്ചോണം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പൊ എന്താണ് വിശ്വസിക്കേണ്ടത്? ശ്രദ്ധിച്ചോണം, എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ കർത്താവായി വിശ്വസിച്ച് യേശു ഇന്ന് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട എന്നിലൂടെ, അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശു ജനിച്ചു മരിച്ചു ഉയർത്തു, നിർത്തരുത്. അടുത്ത വാക്യം പറയുന്നത് വിശ്വസിച്ചവരാൽ, those who believe, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? യേശു എൻ്റെ കർത്താവാ ബ്രദറെ, യേശു എൻ്റെ ദൈവമാ ബ്രദറെ. സ്റ്റോപ്പ് ചെയ്യരുത് അവിടെ കൊണ്ട്. അടുത്ത വാക്യം പറയുന്നു ഇങ്ങനെ വിശ്വസിച്ചവരാൽ, അടുത്ത ലെവലിൽ പറയുന്നു അടയാളങ്ങൾ നടക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബൈബിളിലുള്ളത് ലോകത്തിൽ കാണാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, നിങ്ങൾ കവലെ ചെന്ന് ഇറങ്ങിയിട്ട് ചായക്കടയിൽ ഇരിക്കുന്ന ചായ കുടിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പുറത്തിറക്കിയിട്ട്, ചേട്ടാ ഞാൻ ഇന്ന വീട്ടിലാണ്, ചേട്ടൻ എന്നെ അറിയാമല്ലോ, എൻ്റെ കയ്യിൽ വലിയൊരു രോഗമുണ്ട്, എൻ്റെ കൈ അനക്കാൻ പറ്റത്തില്ല, എൻ്റെ അസ്ഥിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആ കൈ ഒന്ന് എടുത്ത് വെച്ച് എൻ്റെ കയ്യിലോട്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ആ ചേട്ടൻ എന്നാ പറയുമായിരിക്കും? ആമേ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ആ ചേട്ടൻ പറയും രോഗമുണ്ട്, നീ ഹോസ്പിറ്റലിൽ പോകണം, എന്നോട് വന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യാനാന്ന് ആ ചേട്ടൻ പറയും. കാരണം ആ ചേട്ടൻ അറിയാത്ത കാര്യം ബൈബിളിൽ പറയുന്നു, വിശ്വസിക്കുന്നവരിലൂടെ. ശ്രദ്ധിച്ചോണം, those who believe these sign will accompany. ഈ അടയാളങ്ങൾ കൂടെ വരും. എന്തൊക്കെ അടയാളം എന്നറിയാവോ? എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഞാൻ ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിന് ചില ആഗ്രഹങ്ങളുണ്ട്. എത്ര പേർക്ക് യേശുവിനെ സന്തോഷിപ്പിക്കുവാൻ ഇഷ്ടമുണ്ട്? ആമേൻ. യേശുവിന്റെ സന്തോഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്കൊന്ന് കേൾക്കാം. യേശുവിന് എന്തൊക്കെയാ സന്തോഷം നമുക്കൊന്ന് കേൾക്കാം. പരിചിതമായ വാക്യമാണ് ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം. നമ്മുടെ മുദ്രാവാക്യമായ വചനമാണ്. ലൂക്കോസ് 10:17 മുതൽ വായിക്കുവാണ്. അവൻ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല. ചിലർ ഈ വചനം വെച്ച് പറയാറുണ്ട്, ഈ അത്ഭുതത്തിലൊന്നും അല്ല കാര്യം, രോഗസൗഖ്യത്തിലൊന്നും അല്ല കാര്യം, ഈ അടയാളത്തിലൊന്നും അല്ല കാര്യം. ഈ വചനം വെച്ച യേശു അതല്ല പറയുന്നത്. അത്ഭുതത്തെ എതിരല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. കർത്താവ് പറഞ്ഞേക്കുന്നത് ഇതിൽ തൃപ്തരാകരുത് എൻ്റെ അർത്ഥം. ഇതിനേക്കാൾ വലുത് സ്വർഗത്തിൽ പേരെഴുതാൻ പോവുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ കൈ വെക്കുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ കണ്ടൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഫിക്സ് വന്ന് വർത്താനം പോലും കഴിയാത്ത, എണീക്കാൻ പോലും കഴിയാത്ത ഒരു അമ്മച്ചി യേശുവിൻ്റെ നാമത്തിൽ എണീറ്റ് വരുന്ന കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ ചെവിയിലെടുത്ത് പോയി ഞാനും വേറൊരു ബ്രദറും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മച്ചിക്ക് ആ കൂടി വരുന്നത് കണ്ണുനീര് മാത്രം. എന്തൊക്കെയോ പറയുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും മാർക്ക് പറ്റത്തില്ല എന്നാ പറയുന്നത് പോലും. അവസാനം അമ്മച്ചി എണീറ്റിട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെയൊക്കെ വചനം ആരെങ്കിലും ഉണ്ട് പറഞ്ഞു തരാണ്ട് ഞാൻ പണ്ടേ ചാടി എണീറ്റേനെന്ന്. ഇതാ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ചെവി കീഴെ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവ് അധികാരം തന്നിരിക്കുന്നു. അമ്മച്ചി ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല. യേശുവിൻ്റെ മുറിവിനാൽ അമ്മച്ചിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അമ്മച്ചി കിടക്കുന്നതല്ല യേശുവിന് സന്തോഷം. അമ്മച്ചി ചാടി തുള്ളി യേശുവിനെ ഇങ്ങനെ ചെവി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞപ്പം അമ്മച്ചിയുടെ കൂടിയിരുന്ന വാ നേരെയായി, ചലിക്കാത്ത കൈകൾ ചലിക്കുവാൻ തുടങ്ങി. അമ്മച്ചി എണീറ്റ് വന്നു. ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടല്ല, നിമിഷങ്ങൾക്കകം. ഇത് കണ്ടു കഴിയുമ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വചനം പറയുന്നത് പോലെ വിശ്വസിക്കുന്നവരിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. നിങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് മറ്റൊന്നുമല്ല, പുനരുദ്ധാനത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഇവിടെ യേശു 70 പേരെ തെരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ പോയി പട്ടണങ്ങളിൽ ചെന്നിട്ട്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഒരു പട്ടണത്തിൽ ചെന്നിട്ട് കർത്താവ് പറയുകയാണ് തുടക്കത്തിൽ, അത് നിങ്ങൾക്ക് മത്തായിൽ ആ വാക്യം എടുക്കാം, മത്തായിലും മർക്കൂസിലും ആ വാക്യമുണ്ട്, കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതേ വാക്യം തന്നെ കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ അടുത്തുള്ള പട്ടണത്തിൽ ചെന്നിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ, അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് അയച്ചത് അവരെ. എന്നാൽ അവർ തിരിച്ചു വന്നിട്ട് പറയാം, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അതായത് പിശാചുക്കൾ ഇവർ പറഞ്ഞപ്പം ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കുക. യേശു പറയുകയാണ്, സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു.
എന്നിട്ട് കർത്താവ് പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതുന്നതിലത്രേ. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആൾക്കാർ ചിന്തിക്കും അത്ഭുതം കണ്ടുകൊണ്ട് യേശുവിന് സന്തോഷമുണ്ട്. അതല്ല അർത്ഥം. ഇതിലും വലിയത് കിടക്കുക. ഇതുകൊണ്ട് തൃപ്തരാകരുതെന്നാണ് യേശു പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അവർ വലിയ അതിശയിച്ചു. അവർ നോക്കി, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് രോഗികൾ ചാടി എണീക്കുന്നു, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു. ഇത് കണ്ട് അവർ ഭയങ്കര സന്തോഷിച്ച് വരുമ്പോൾ കർത്താവോട് പറയുകയാണ്, ഇതിൽ നിങ്ങൾ തൃപ്തരാകരുത്, ഇതിനേക്കാൾ വലിയതുണ്ട്, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതാൻ പോവുക. ഇനി 21 വാക്യമാണ് ഞാൻ പറഞ്ഞു വന്ന വാക്യം. 21 പറയുന്നു, ആ നാഴികയിൽ ആ നാഴികയിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ട് യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവരെ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പൊ ഇവിടെ ഈ വചനം ഒന്ന് വായിക്കാൻ പറ്റും ഒരാള്. യേശു എന്ത് ചെയ്തു? പരിശുദ്ധ ആത്മാവിൽ എന്ത് ചെയ്തു? ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. അയ്യോ, അപ്പൊ യേശുവിന് എന്തുണ്ടായി? യേശുവിന് എന്തുണ്ടായി? ആനന്ദം ഉണ്ടായി, അപ്പൊ യേശുവിന് ആനന്ദം ഉണ്ടായത് എപ്പോഴാ? യേശുവിന് ആനന്ദം ഉണ്ടായത് 70 പേര് പട്ടണങ്ങളിൽ ചെന്ന് യേശുവിന്റെ പേരിൽ രോഗികളായി പിശാചു ബന്ധിച്ചിട്ടിരുന്ന, രോഗത്താൽ ഭാരപ്പെട്ട് കിടന്ന, തകർന്ന അവസ്ഥയിൽ കിടന്ന കുടുംബങ്ങളെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞ് അവരനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ട് അത് വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ യേശു ആനന്ദിച്ചു. യേശുവിന്റെ സന്തോഷം പറഞ്ഞോണം. യേശുവിന്റെ സന്തോഷം, എനിക്ക് ബ്രദറെ, കർത്താവെ, എനിക്ക് ക്യാൻസറാ, എനിക്ക് ട്യൂമറാ, എനിക്ക് കൈവേദന, എനിക്ക് അസ്ഥിക്ക് വേദന, എനിക്ക് തളർന്നു കിടക്കുക, ഇത് യേശുവിനെ സന്തോഷിപ്പിക്കുന്നില്ല. യേശു അതിൽ ആനന്ദിക്കുന്നില്ല. പിടികിട്ടിയോ? യേശുവിന്റെ ആനന്ദം, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുമ്പോഴാ. യേശുവിന്റെ ആനന്ദം പിശാച് താഴേക്ക് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഓടിക്കുമ്പോൾ യേശു ആത്മാവിൽ സന്തോഷിക്കും. ഇപ്പം മനസ്സിലായോ? ഒരു രോഗം വന്നാൽ തീരുമാനിച്ചോണം, കർത്താവേ, ഈ രോഗമായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ കർത്താവേ, ഈ രോഗം മാറുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ, ബ്ലഡിൻ്റെ അകത്തുള്ള ചില കൗണ്ടുകൾ, ചില രോഗങ്ങൾ ഈ നിമിഷം ഹീലാവുക, സൗഖ്യമായിക്കൊണ്ടിരിക്കുക, റിസൾട്ടുകൾ അത്ഭുതമാകാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങൾ, കൗണ്ടുകൾ നോർമൽ ആകുക, അത് പെർമനന്റ് ആയിട്ട് നോർമൽ ആവുക. കയറി ഇറങ്ങിപ്പോകും. ഇന്ന് ടെസ്റ്റ് ചെയ്തു, അത് കൂടി കിടക്കുന്നു, ഇന്ന് കുറഞ്ഞു, നാളെ കുറഞ്ഞ പരിപാടിയല്ല, ഇപ്പൊ തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പെർമനന്റ് ആയിട്ട് നോർമൽ ആവുക. ഓ യേശുവിന്റെ നാമത്തിൽ, ആമേൻ. അപ്പൊ യേശുവിന്റെ ആനന്ദം എന്ന് പറയുന്നത് നിങ്ങൾ തകർന്നിരിക്കുന്നതല്ല. ഇവിടെ ബൈബിൾ പറയുന്നു, ആ നാഴികയിൽ യേശു പരിശുദ്ധ ആത്മാവിൽ ആനന്ദിച്ചു. ഈ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ പെട്ടെന്നൊരു സന്തോഷ വാർത്ത കണ്ടപ്പോൾ ഒരു ചിരി വന്നു. ആനന്ദിക്കുക എന്നതിന്റെ അർത്ഥം എന്തുവാ? ആനന്ദിക്കുക, ആത്മാവിലുള്ള സന്തോഷം, ആത്മാവിലുള്ള സന്തോഷം. നമ്മളിപ്പോ നിങ്ങൾ സ്പിരിച്വലി പറയണ്ട, നോർമൽ ആട്ടോ. നിങ്ങൾക്ക് സന്തോഷവും ആനന്ദം തമ്മിൽ വ്യത്യാസം എന്തുവാ? ആനന്ദവും സന്തോഷവും തമ്മിൽ വ്യത്യാസം? ആനന്ദം തുള്ളിച്ചാടുക. ആനന്ദം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിട്ട് വരും, കുറച്ചും കൂടെ ഇമോഷൻ എടുത്ത് വരും. ആനന്ദത്തോടെ എന്നൊക്കെ പറയത്തില്ലേ, അതായത് സന്തോഷത്തെക്കാൾ കൂടുതൽ ഉള്ളതാണ് ആനന്ദം. യേശു സന്തോഷിച്ചില്ല, പകരം ആനന്ദിച്ചു. എപ്പോഴാണ് ആനന്ദിച്ചെന്ന് അറിയാവോ? ഭൂതങ്ങൾ കീഴടങ്ങി. ഈ 70 പേര് പോയിപ്പം യേശുവിനെ അവർ മടി കൂടാതെ യേശുവിനെ പറഞ്ഞു, അവരിലൂടെ ദൈവപ്രവർത്തി നടന്നപ്പോ കർത്താവ് പറയാ, അപ്പാ അങ്ങ് യേശു ആനന്ദിച്ചിട്ട് പറയാം, ഇത് നിങ്ങൾ തൃപ്തരാകരുത്, അടുത്തൊരു ലെവലും കൂടെ ഉണ്ട്. കർത്താവ് പറയാ, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതാൻ പോകും. ആ സമയത്ത് എഴുതിയിട്ടില്ല, അത് ഓർത്തോണം. യേശു മരിച്ചു, ഉയർത്ത്, യേശുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടത്തുള്ളൂ. എന്നാൽ കർത്താവ് ഇപ്പോൾ ആനന്ദിക്കുക. എന്നെ ആനന്ദിക്കുന്ന അറിയാവോ? കർത്താവിന്റെ നാമത്തിൽ നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതാ യേശുവിന്റെ ആനന്ദം. ഇപ്പം മനസ്സിലായി? യേശുവിനെ സന്തോഷിപ്പിക്കാനെന്നറിയോ? നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ ഈ വിഷയത്തിൽ തുടരത്തില്ല, ഞാൻ എൻ്റെ വിഷയത്തിൽ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്ന് നാട്ടിൽ മൊത്തം പറയുന്നതാണ് യേശുവിൻ്റെ സന്തോഷം. നിങ്ങളെ കാണുന്നവരിങ്ങനെ സഹതാപത്തോടെ നോക്കുക, സഹതാപത്തോടെ നോക്കിയിട്ട് പറയും, ഓ എന്നാലും നിനക്ക് ഈ ഗതി വന്നല്ലോ. യേശുവിന് സന്തോഷമില്ല കേട്ടോ. നമ്മൾ പറയും, കർത്താവേ സാരമില്ല യേശുവേ, ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആകട്ടെ. നമ്മൾ ഓർക്കും, കർത്താവിൻ്റെ ഇഷ്ടം ഞാൻ രോഗിയായി കിടക്കുന്നതും എൻ്റെ കുടുംബം തകർന്നു പോകുന്നതും കടഭാരത്താൽ ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നതും യേശുവിന് സന്തോഷമാണ്. ഞാൻ പറയുന്നു, പിശാചിനാണ് സന്തോഷം.
ചിലപ്പോൾ നിങ്ങളുടെ വീഴ്ച നോക്കി നിൽക്കുന്ന ശത്രുക്കൾക്കാണത് സന്തോഷം. യേശുവിൻ്റെ ആനന്ദം ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി നിങ്ങളൊരു അത്ഭുതമായിട്ട് പറയണം, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ കർത്താവ് അവിടെ ആനന്ദിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് മർക്കൂസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ. ഇപ്പൊ മനസ്സിലായോ? കർത്താവ് യേശുക്രിസ്തു ഉയർത്തതിന് ശേഷം തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കാന്ന് പറഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ കർത്താവ് പറയാം, പോയി എന്താ സുവിശേഷം പറഞ്ഞു, കിട്ടുന്ന തല്ലി മേടിച്ചോണ്ട് വാ, പിശാച് ചിലപ്പോൾ നിങ്ങളെ പിടിച്ച് ഉരുട്ടുമായിരിക്കും, നിങ്ങളുടെ കാര്യം ഞാൻ തല്ലി ഒടിക്കുമായിരിക്കും, സാരമില്ല ഞാൻ നിമിത്തമല്ലേ എന്ന് കർത്താവ് പറഞ്ഞില്ല. അവൻ്റെ ഓടിക്കണം നിങ്ങൾ, അവനെ പുറത്താക്കണം നിങ്ങൾ, അവൻ്റെ ശക്തിയെ തകർക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നത് സർപ്പങ്ങളെ പിടിച്ചെടുക്കണം, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൂറോത്രം വെച്ച് കൈവേഷം കൊണ്ടുവന്ന് നിങ്ങളെ കൊണ്ട് തീറ്റിച്ചാലും നിങ്ങൾ പറയണം, ഒരു ദോഷവും എനിക്ക് വരത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാൽ ഒരു കൈവേഷം എനിക്ക് കേൾക്കത്തില്ലെന്ന് പറ. ഒരു കൈവശം എനിക്ക് കേൾക്കത്തില്ല. ഒരു കൈവശം എനിക്ക് കേൾക്കത്തില്ല. കൈവശം എനിക്ക് ഇക്കാര്യം പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ഇന്നയാൾ എനിക്കിട്ട് ഒരു കൂടോത്രം ചെയ്തു. ചിലർ പറയാറുണ്ട്, ബ്രദറെ ഇന്നയാൾ എനിക്കിട്ടൊരു കൂടോത്രം ചെയ്തു, ആ കൈവശം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ പറയും, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് അത് ഏൽക്കും. കർത്താവായിട്ട് കൂട്ടായ്മയില്ല, കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി. നിങ്ങൾ പറയണം, കർത്താവ് എനിക്കിതിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഇത് പറഞ്ഞ് നിങ്ങൾ പുറത്ത് വരണം. ഇത് പറഞ്ഞ് നിങ്ങൾ പുറത്ത് വരണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരു സാബുവിൻ്റെ മോളെ ദൈവം തൊടാൻ പോവുക. ആ മകളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് പറയുന്നു, സാബുവിൻ്റെ മോളെ ദൈവം തൊടുവാണ്. ആരാന്ന് വെച്ച് ഏറ്റെടുത്തു? സാബുവിൻ്റെ മോളെ കർത്താവ് തൊടുക. എന്നിട്ട് കർത്താവ് പറയുന്നത്, ദൈവം രാജ്യങ്ങളുടെ ഒരു വാതിൽ തുറക്കും, യേശുവിൻ്റെ നാമത്തിൽ. സാബുവിൻ്റെ മോൾ ആരാണോ ഏറ്റെടുത്ത് എനിക്ക് അറിയത്തില്ല, സാബുവിൻ്റെ മോളെ ദൈവം തൊടാൻ പോവാണ്. സാബുവിൻ്റെ മോളുടെ ഭാവിയെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, കർത്താവ് ഉണ്ട്. സൂമിലാണെങ്കിൽ അത് ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപയാൽ പറയുന്നുണ്ടോ നിങ്ങൾ? പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അത് ഏറ്റെടുത്തു. ചാടി പിടിച്ചോണം യേശുവിൻ്റെ. ഹലോ, എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് സാബു. എന്റെ മോളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചാടി പിടിച്ചു. സാബുവിൻ്റെ മോളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടല്ലേ, കർത്താവ് നന്മ തുറക്കും. യേശുവിന് അതിലേറ്റ് പ്രാർത്ഥിച്ചു. ഇഷ്ടം ആദ്യമായിട്ടാണ് പ്രാർത്ഥന കയറുന്നത്? അല്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഹസ്ബൻഡിന്റെ പേര് ഇതാന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സ്പർശിക്കുക കേട്ടോ, ദൈവം തൊടുക. ഞാൻ എന്തിനാ ഇത് എല്ലാവരോടും ഞാൻ ആദ്യമായിട്ട് കയറുന്നു വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ 130 പേര് പങ്കെടുക്കുന്നുണ്ട് സൂമിൽ. പുതിയതായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. മോളുടെ വിഷയത്തിൽ ഭാരപ്പെടുന്ന ആളോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞത്, സാബുവിന്റെ മോളുടെ വിഷയത്തെ കർത്താവ് തൊടുക. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഇനി ഇടപെടും. ദൈവം ഏറ്റെടുത്തു. യേശുവിനത് പറഞ്ഞു, ഏറ്റെടുത്തു. എന്റെ അച്ഛന്റെ പേര് സാബു എന്നാണ്. തീർച്ചയായിട്ടും സാബുവിന്റെ മോളെ കർത്താവ് സ്പർശിക്കുകയാണ്. ഈ ദിവസം എഴുതി വെച്ചോണം. കർത്താവിന്റെ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുക. ചാടി പിടിച്ചു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഇങ്ങനെ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അടുത്ത വചനം ഇങ്ങനെ പറഞ്ഞത്, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. പുതുഭാഷയിൽ, അന്യഭാഷകളെ പറ്റി പറയുന്നത്, അന്യഭാഷകളിൽ സംസാരിക്കണം. യേശുവിന് ആനന്ദമാണത്. 2 സർപ്പം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ വീടിനോട് എഴഞ്ഞു പോണ പാമ്പിനെ പഴുതാരെ പറ്റി അല്ല ഈ പറയുന്നത്. സർപ്പം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നത് പഴയ പാമ്പായ പിശാശ്. ഏതേൻ തോട്ടത്തിൽ പിശാശ് ഏത് രൂപത്തിലാണ് വന്നത്? ഓർമ്മയുണ്ടോ? പാമ്പിന്റെ രൂപം. അപ്പൊ ഇവിടെ പാമ്പിനെ പിടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും പോയി നിങ്ങൾ പാമ്പ് പിടുത്തക്കാരനാവും എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ സർപ്പം എന്ന് പറഞ്ഞാൽ പിശാശിനെ കാണിക്കുന്നു. അവനെ പിടിച്ചെടുക്കും. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കരം കൊണ്ട് അവനെ പിടിച്ചെടുക്കുവാൻ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അധികാരമുണ്ട്. നമുക്ക് അധികാരമുണ്ട്. ഈ ദിവസങ്ങളിൽ അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണും. ഒരു ഡയറിയിൽ ഈ ഒരു ഹോളുള്ള, അതായത് ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ഡയറി ഉണ്ടല്ലോ, ഈ റിങ്ങുകൾ ഇട്ടേക്കുന്നത് പോലെ ഒരു ഹോളുള്ള ഒരു ഡയറിയാണ്.
ആ ഡയറിയിൽ ഏകദേശം പകുതി പേജ് അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ, കടത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി, പണമിടപാടുകളെപ്പറ്റി എഴുതി വെച്ചിരിക്കുക. എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല, ഇത് കൊടുക്കാൻ ഒരു വഴിയുമില്ല, എങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക. ആ ഡയറി ഞാൻ കാണുന്നത് ഇങ്ങനെ ഹോളുള്ളൊരു ഡയറിയാണ്. അതിൽ എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് കൊടുക്കാൻ വഴിയില്ലെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, ദൈവം യേശുവിലൂടെ അത് മുഴുവനും അത്ഭുതമാക്കാൻ പോവുക. ഏറ്റെടുത്തോണം, ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോവുക. സാമ്പത്തിക അനുഗ്രഹം, വായ്പ വാങ്ങത്തില്ല, കൊടുക്കുന്നവരായി തീരും, കൊടുക്കുന്നവരായി തീരും. ആമേൻ 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 ആമേൻ. ആരാത്? ബ്രദറെ, രാജന്റെ കുടുംബം പറഞ്ഞില്ലേ, അത് എന്റെ ഭർത്താവിന്റെ പേര് രാജനാണ്. തീർച്ചയായിട്ടും ഏറ്റെടുത്തോ, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ. കർത്താവ് സ്പർശിക്കും. എല്ലാവരും ഏറ്റെടുത്തോ. ആമേൻ ആമേൻ. അപ്പത്തിന്റെ പറയുണ്ടായിരുന്നു, കേൾക്കുന്നത് അറിയില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എന്റെ ഹസ്ബൻഡ് രാജനാണ്. ഏറ്റെടുത്തു, യേശുവിനകത്തിൽ ഏറ്റെടുത്തു. കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ബ്രദറെ, ആദ്യമായിട്ട് കേറിയതാണ്. ഒരു സെക്കൻഡ് സിസ്റ്റർ. പറഞ്ഞു വേഗത്തിൽ പറഞ്ഞാൽ ഇത് നമുക്ക് ഒരുമിച്ച് ഇതിന് ശേഷം പറയാവേ. പറഞ്ഞു സിസ്റ്റർ, പെട്ടെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കയറിയതാണ് ഞാൻ. എനിക്ക് നല്ല അസുഖങ്ങൾ, ഞാൻ ചെറിയൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എൻ്റെ സ്കൂളിലെ പിള്ളേരെല്ലാം ഒത്തിരി കുറവാ, എല്ലാവരും TC എടുത്തൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല. അപ്പൊ അവരെനിക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വലിയ ക്ലാസ്സിൽ കൊണ്ടിട്ടിട്ട് അത് എനിക്കൊരു തടസ്സമായിട്ട് നിൽക്കുക. അത് കൊച്ചു ക്ലാസ്സിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ സമയത്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ, അത്ഭുതം അവിടെ നടക്കും. ഇത് സെറ്റിലായി ഉറപ്പിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന വിഷയം പറയരുത്. വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ പറഞ്ഞ് ഞാൻ സംസാരിക്കാം. വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഓവർഫ്ലോ നമുക്കുണ്ട്. ഇങ്ങോട്ട് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. എനിക്കറിയാം പുതുതായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ വിഷയങ്ങളെ എന്തിനാണ് ഞാനിത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വിഷയങ്ങൾ എന്നോട് പറയാത്ത കാര്യങ്ങളെ നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ദൈവത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും കേൾക്കുന്നവരുടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും വേണ്ടി നിങ്ങൾ പറയണ്ട. കർത്താവ് അത് ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഉറപ്പാണ്. അല്ലെങ്കിൽ സംശയം നമ്മുടെ ഉള്ളിൽ കിടക്കും. സംശയത്തിൻ്റെ വിത്തുകളെ പരിശുദ്ധാത്മാവ് പ്രവചനാലോചനയിലൂടെ അതിനെ മാറ്റും. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. അടുത്ത വചനം പറയുന്നു, മരണകരമായ യാതെന്ന് കുടിച്ചാൽ നിനക്ക് ഹാനി വരത്തില്ല. അടുത്ത വാക്യം ശ്രദ്ധിച്ചോളാം. എൻ്റെ കൂടെ ഒന്ന് വായിച്ച 18-ാം വാക്യത്തിൽ അടുത്ത വാക്യം എന്തുവാ? രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കണ്ടോ? അപ്പൊ യേശുവിന്റെ ആനന്ദം എന്തുവാ? രോഗിയാകുന്നതാണോ സൗഖ്യമാകുന്നതാണോ? സൗഖ്യമാകുന്നത്. സൗഖ്യമാകുന്നത്. അപ്പൊ യേശുവിന്റെ ആഗ്രഹം എപ്പോഴും നിങ്ങൾ ഓർത്തോണം. യേശു സന്തോഷിച്ചെന്നാ പറഞ്ഞത്. യേശു സന്തോഷിക്കുക. എപ്പോഴാണ് സന്തോഷിക്കുക അറിയാവോ? ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ നിൽക്കുന്ന ഡയമെൻഷൻ, നമ്മൾ നിൽക്കുന്ന തലം മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊരു സാധാരണക്കാരനോട് പറഞ്ഞാൽ ആ വ്യക്തി പറയും. കഴിഞ്ഞ ദിവസമൊക്കെ ആളുകൾ പറയാറുണ്ട്, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നത് അത് കളിയാക്കുന്നത് പോലെയാന്ന് പറഞ്ഞത്. അത് പ്രാർത്ഥനയുടെ ശക്തി അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ. അവരെ കൊടുത്ത് സഹായിക്കാനാണെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ പറ്റത്തില്ല. ചിലർ വന്നിട്ട് പറയും, ബ്രദറെ ഇനിയിപ്പോൾ കടഭാരം മാത്രമല്ല, അതിനേക്കാൾ വലിയ വിഷയമാണ്. അവരോട് പറയും, ബ്രദറെ പ്രാർത്ഥിക്കണം. ആൾക്കാർ ചിന്തിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിലയില്ലാത്ത ഒന്നാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ട് ഒറ്റ പ്രാർത്ഥന മതി, അവസ്ഥകൾ മാറും. കാര്യം നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തി പുറത്തോട്ട് വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? പ്രാർത്ഥനയിലൂടെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടേക്കുന്ന മുഴുവൻ എന്നാണെന്നറിയാവോ? നമ്മുടെ പരാതികൾ മൊത്തം അങ്ങോട്ട് അയക്കുന്നത് അല്ലല്ല. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെ കുറച്ച് കാണിക്കുന്ന ഒരു കേൾവി നിങ്ങൾ കേൾക്കാൻ പോകരുത്. നിങ്ങളോട് ഞാനിപ്പോൾ പറയാം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ തുറന്നു വന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി മാറിയിരിക്കും. നിങ്ങൾ എന്നോട് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് നോക്കിയിട്ട് പറയുക, യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടായി വരും, ഞങ്ങളിത് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നിരിക്കും. ബ്രദറെ, അങ്ങനെ പറഞ്ഞാൽ എന്നെ ശരിയാകുന്നത്? ബൈബിൾ പറയുന്നു, ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മളൊരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന ഒരു ഡയമെൻഷനുണ്ട്. ഭൂമിയിൽ ചെന്ന് നിങ്ങൾ ഏത് കോളേജിൽ ചെന്നാലും, ഇനി സയൻസ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണെങ്കിലും, സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിലും, അവരോട് പറയുകയാണ്, ഇത് ഞാൻ ഈ കൈ വെച്ചാൽ രോഗി സൗഖ്യമാണെന്ന് പറഞ്ഞാൽ അവർ പറയും, നിനക്ക് വിവരമില്ലേ,
നിനക്ക് വിദ്യാഭ്യാസമില്ലേ? നിനക്ക് ബോധമില്ലേ? കാരണം അവൻ പഠിച്ച അറിവിൻ്റെ അകത്ത് കൈവച്ച് രോഗി സൗഖ്യമാകത്തില്ല. അവൻ പഠിച്ച അറിവിൻ്റെ അകത്ത് ഭൂതങ്ങൾ വിട്ടുപോകത്തില്ല. അവൻ പഠിച്ച അറിവിൻ്റെ അകത്ത് യേശുവിൻ്റെ പേര് പറഞ്ഞാൽ മരിച്ചവൻ ഉയർക്കത്തില്ല. അവൻ പഠിച്ച അറിവ് വെച്ചാൽ കടം കയറി നശിച്ചിരിക്കാൻ നിൽക്കുന്നൊരു ഭവനം ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ പറയും, നിനക്ക് വിവരമില്ലേ എന്ന് ചോദിക്കും. കാരണം അവൻ പഠിച്ച അറിവിൽ ഒരു ചാൻസും ഇല്ല. പക്ഷെ നമ്മൾ കേട്ട വിശ്വാസ വചനത്തിൽ മുഴുവൻ സാധ്യതകളാണ്, മുഴുവൻ സാധ്യതകളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് കർത്താവിൻ്റെ ശക്തി. ഈ ശക്തിയിലോട്ടാണ് നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ എപ്പോഴും പറഞ്ഞൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ അകത്ത് നിരാശകൾ വരുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന സമയത്തും നിരാശകൾ വരുന്നു. ഈ നിരാശ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതൊരു പോസിറ്റീവ് സൈനാണ്. അപ്പോൾ നിങ്ങൾ നിൽക്കും, ബ്രദറെ നിരാശ എങ്ങനെ പോസിറ്റീവ് സൈനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തെ നിങ്ങളുടെ ശരീരവും മനസ്സും തള്ളിക്കളയാൻ നോക്കുക. മനസ്സിലാകുന്നുണ്ടോ? ദഹിക്കുന്നില്ല ശരീരത്തിനും. നിരാശ വർദ്ധിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ പറഞ്ഞ വചനത്തെ അതിന് ദഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അപ്പം ഞാൻ വന്നിട്ട് ഇപ്പം തോമസ് ബ്രദറൊക്കെ നിൽക്കുന്നത്, ജോളി ബ്രദറിൻ്റെ കൂടെ നിൽക്കുന്ന അടുത്തോട്ട് പറയുകയാണ്, ദേ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങൾക്ക് ബിരിയാണി മേടിച്ച് തരാം എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ കൂടെ വരും, അല്ലേ? ഇനി ഞാൻ എന്ന വ്യക്തി അവിടെ ഇല്ല. ഇപ്പം ജോളി ബ്രദർ വന്നിട്ട് തോമസ് ബ്രദർ പറയുക, ദേ ബ്രദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കാം, ബ്രദർ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടോ ഇല്ലയോ? നമുക്ക് ധൈര്യമുണ്ട്. നമുക്കൊരു ധൈര്യക്കുറവ് വരും. കാരണം വെച്ചാൽ നമുക്കൊരു ധൈര്യക്കുറവ് വരാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആള് നേരിട്ട് അവിടെ വന്ന് പറഞ്ഞിട്ടില്ല, കേട്ട ഒരറിവേ ഉള്ളൂ. ബ്രദർ അവിടെ ചെന്ന് ആഹാരം കഴിച്ചോ, ഞാനെല്ലാം കൊടുത്തേക്കാം എന്നൊരു അറിവ് മാത്രമേ ഉള്ളൂ, ഒരു കേൾവി മാത്രമേ ഉള്ളൂ. കോൺഫിഡൻസ് കുറയും. അതിൻ്റെ കാരണം നേരിട്ട് ആൾ വന്ന് പറഞ്ഞാലേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ ശരീരം അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. തൊടുക, രുചിക്കുക, സ്മെല്ല് ചെയ്യുക, ഇങ്ങനെയാണ് ദൈവം നമ്മുടെ ബോഡിയെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സും ഏകദേശം അങ്ങനെയൊക്കെ പോലെ തന്നെയാണ്. ഒരു അപ്ഡേഷൻ വരത്തില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഭാരം വരുന്നതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൻ്റെ അകത്ത്, ശരീരത്തിൻ്റെ അകത്ത് ആ കേട്ട വചനം ദഹിക്കുന്നില്ല. അപ്പം ആ നിരാശ വരുമ്പോൾ നമ്മളൊരു കാര്യം ഉറപ്പിച്ചോണം, കൂടുതൽ പ്രാർത്ഥനയിലും വചനത്തിലും ബലപ്പെട്ടോണം. നിരാശ വരുന്നത് ഒരു അടയാളമാണ് അത്ഭുതം നടക്കുമെന്ന്. കാര്യം എൻ്റെ ശരീരത്തിന് അത് പിടിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എൻ്റെ ആത്മാവിൽ അവിടെ അത് വെളിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തമ്മിൽ ചേരാതെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ബ്രദറെ, അപ്പം മുന്നോട്ട് ഞാൻ എന്നാ ചെയ്യും? ഒന്നും ചെയ്യണ്ട. കുറേ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചിന്തകളെ മുഴുവനും എന്ത് ചെയ്യും? അത്ഭുതത്തിൻ്റെ ഉറപ്പിലേക്ക് കൊണ്ടുപോകും. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൈവച്ച്, നിങ്ങളോട് തന്നെ ഒന്ന് തലയെ കൈവച്ചിട്ട് നിങ്ങൾ തന്നെ പറയണം, ഈ വചനങ്ങൾ പറയണം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്താണോ നിങ്ങളുടെ വിഷയം അതിൽ ഞാൻ സാക്ഷിയായി തീരും, എൻ്റെ വിഷയത്തിൽ ഞാൻ അത്ഭുത സാക്ഷിയായി തീരുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങി, ഈ ശക്തി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഇന്നു മുതൽ പറഞ്ഞു, ബ്രദറെ എനിക്കൊരു വിഷയമുണ്ടെന്ന് പറയാതെ എൻ്റെ വിഷയം ഞാൻ സാക്ഷ്യം പറയും. സ്വന്തം കൈ എടുത്തിട്ട്, ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ സ്വന്തം കൈ എടുത്തിട്ട് നിങ്ങളുടെ തലയെ വെച്ചിട്ട് വേണം പറയാൻ. ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ഇപ്പോഴല്ല, ഇന്നു മുതൽ പറഞ്ഞു നോക്കണം. തലയിലോട്ട് കൈ വെച്ചിട്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഒരു വിഷയം 100 വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴല്ല, ഇപ്പം പറയണ്ട, നിങ്ങൾ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യണം വീട്ടിൽ ഇരുന്നുകൊണ്ട്. എന്നിട്ട് പറയണം, കർത്താവ് എൻ്റെ വിഷയം, ഇപ്പം ആ രോഗമാണ് പറഞ്ഞാൽ, ഈ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പോയി പറയാൻ പോവുക. ഇത് നിങ്ങളുടെ കൈയെടുത്ത് നിങ്ങളുടെ ശരീരത്തിലോട്ട് വെച്ചുകൊണ്ട് വേണം പറയാൻ. അങ്ങനെ പറഞ്ഞാൽ എന്നെ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, സ്പിരിച്വൽ ഡൈമെൻഷൻ, ആത്മതലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾ ഉണ്ടായി വരാൻ തുടങ്ങും. ആമേൻ. ഇത് പറഞ്ഞത് ഞാനല്ല, യേശു ക്രിസ്തു പറഞ്ഞതാ. അപ്പോൾ ഓർത്തോണം, എനിക്കൊരു പ്രശ്നം, എൻ്റെ സങ്കടം വരുമ്പോൾ യേശുവിന് സങ്കടമാണ്. എൻ്റെ കൂടെ പറ, എനിക്ക് സങ്കടം വരുമ്പോൾ യേശുവിന് സങ്കടമാണെന്ന് പറ. എനിക്ക് സങ്കടം വരുമ്പോൾ യേശുവിന് സങ്കടമാണ്. എനിക്ക് സന്തോഷം വരുമ്പോഴാണ് യേശുവിന് സന്തോഷം എന്ന് പറയുന്നത്. എനിക്ക് സന്തോഷം വരുമ്പോഴാണ് യേശു സന്തോഷിക്കുന്നത്. നിങ്ങൾക്ക് മനസമാധാനമില്ലാതെ നടക്കുക. നിങ്ങൾ ഒരു സമാധാനമില്ല. എൻ്റെ കർത്താവ് നീ എന്നെ കാണുന്നില്ല. നിങ്ങൾക്ക് സമാധാനം എടുക്കുമ്പോൾ കർത്താവിന് സമാധാനമില്ല. അപ്പൊ ബ്രദറെ, കർത്താവിന് സമാധാനം, പിന്നെ കർത്താവ് അങ്ങ് ചെയ്താൽ പോരെ. കർത്താവ് ചെയ്യുന്ന എപ്പോഴാന്ന് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക.
ഇവിടെ ശ്രദ്ധിച്ച് നോക്കി, യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്ന വാക്ക് വചനം നോക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, എൻ്റെ നാമത്തിൽ. ഈ വാക്കൊന്ന് വായിക്കാൻ പറ്റും. എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യും? അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങളെ അപ്പൊ പുറത്താക്കും. ശ്രദ്ധിച്ചേ, അപ്പൊ അവര് പുറത്താക്കണം. യേശുവാണോ പുറത്താക്കുന്നത്? വായിച്ച്, യേശു പുറത്താക്കും എന്നാണ് പറഞ്ഞത്. അല്ല, അവർ ഭൂതങ്ങളെ പുറത്താക്കും. ആരാണ് ഈ അവര്? നമ്മള് കണ്ടോ? അപ്പൊ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ. നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവ് പുറത്താക്കുമെന്ന്. കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവ് വിശ്വസിക്കുന്നവർ പുറത്താക്കും. നമ്മളെന്ന് പറഞ്ഞ കുഴപ്പമില്ല. വിശ്വസിക്കുന്ന നമ്മള്. അപ്പൊ വിശ്വസിക്കുന്ന നമ്മൾ മനസ്സിലായോ? പുറത്താക്കും. നമ്മൾ പാടും കർത്താവേ ഒന്ന് പുറത്താക്കണേ. യേശു പറയുന്നു, ഞാൻ നിനക്ക് പുറത്താക്കാൻ അധികാരം, നീ പുറത്താക്കും. നമ്മൾ പറയുന്നത് കർത്താവ് പുറത്താക്കും. കർത്താവ് പറയുന്നത് നീ പുറത്താക്കും. ഇത് നടന്നുകൊണ്ടിരിക്കും ഇപ്പം എല്ലാ ദിവസവും. ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും. എന്നാ നമുക്ക് പറയാം? പിശാചിടയ്ക്ക് സന്തോഷിക്കുക. കർത്താവ് ശ്രദ്ധിച്ച്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്, അറിയണം. എന്താണ് സുവിശേഷം എന്ന് അറിയണം. ഇത് നിങ്ങൾ അറിയണം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഓർക്കണം. അറിയാന്നുള്ളല്ല, ഓർക്കണം. യേശു എന്നാ പറഞ്ഞത്? ഓർക്കണം. ഇത് ഓർത്തിട്ട് വേണം. പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കുന്നത് നമ്മൾ യേശു പുറത്താക്കാതെ യേശു നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, സ്വന്തം തലമേൽ കൈവച്ചിട്ട് പറ, എൻ്റെ സകല വിഷയത്തിൻ്റെ മേൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി പറയും. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അത് പുറത്താക്കുക. മനസ്സിലായോ? അങ്ങനൊന്ന് പറഞ്ഞു നോക്കിയ. തലയിലോട്ട് കൈ വെക്കണം. അത് പറയുമ്പോൾ തലേ കൈ വെക്കണം. നിങ്ങളുടെ കൈ എടുത്ത് വെക്കണം. നിങ്ങളുടെ കയ്യെ ശക്തി വ്യാപരിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും പ്രാർത്ഥിച്ച. കർത്താവ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും മ്യൂട്ട് മാറ്റണ്ട. മൈക്ക് മ്യൂട്ട് മാറ്റണ്ട. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച കർത്താവ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മറക്കാൻ പറ്റാത്തൊരു അനുഭവം എനിക്ക് തരും. ആരും മ്യൂട്ട് മാറ്റണ്ട. ഞാൻ ഇപ്പൊ ആരും മൈക്ക് മ്യൂട്ട് മാറ്റണ്ട. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ സമയത്ത് നിങ്ങൾ ഏത് പ്രാർത്ഥനാ വിഷയമാണോ, ഇതിന് ശേഷം നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. കാര്യം നിങ്ങൾ ഓൾറെഡി എനിക്ക് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആ പ്രാർത്ഥനാ വിഷയം എടുത്തെടുത്ത് പറയണ്ട. അങ്ങനെ പറയുന്നത് നമുക്ക് നല്ലതല്ല, അനുഗ്രഹത്തിന് നല്ലതല്ല. വൺസ് നിങ്ങൾ അയച്ചിട്ടുണ്ട്, അത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ നിമിഷം നമ്മൾ ആ വിഷയങ്ങളെ മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇതിന് ശേഷം എനിക്കൊരു വിഷയമുണ്ട് ബ്രദറെ എന്ന് പറയരുത്. ഇപ്പോൾ ഈ ഒരു വചനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങളുടെ മേൽ ജയമെടുക്കാൻ വേണ്ടി പോവാം. ജയം നടക്കാൻ പോവാം. ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിനു ശേഷമല്ല, ഈ നിമിഷമാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ രോഗത്താലോ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു നോട്ടീസ് വന്നിട്ട്, വക്കീൽ നോട്ടീസാണ്. ആ നോട്ടീസും അലമാരിക്കകത്ത് വെച്ചിട്ട് ഭാരപ്പെട്ടിരിക്കുകയാണ്. ഒന്നല്ല 3 തവണ വന്ന നോട്ടീസാണ് ഞാൻ കാണുന്നത്. 3 പ്രാവശ്യം വന്നൊരു നോട്ടീസാണ്. അതിനെന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അലമാരിക്കകത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, ഒരു മറുപടിയും പറയണ്ട. കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യും. ധൈര്യപ്പെടുക. ആ വക്കീൽ നോട്ടീസിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, കൃപ പെരുകുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവെ, ഇന്ന് തമ്പുരാൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവാം. എല്ലാ പ്രതിസന്ധികളെയും തകർത്തു മാറ്റാൻ ശക്തിയുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കൂട്ടായ്മ ആചരിച്ച്. നമ്മൾ പറയും, ബ്രദറെ എനിക്ക് സമയം, എനിക്ക് മെസ്സേജ് അയച്ച കുറേ ആൾക്കാർ, ബ്രദറെ എനിക്ക് ടൈം ഇല്ലെന്ന് പറഞ്ഞ്. ടൈം കണ്ടെത്തണം. ടൈം കണ്ടെത്തിയാൽ നിങ്ങൾ ഇന്ന് ഓടി മടുത്ത വിഷയത്തെ കർത്താവ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തീർക്കും. പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ, നമുക്ക് ടാക്സ് അടയ്ക്കാൻ പൈസയില്ല, കരമടയ്ക്കാൻ പൈസയില്ല. ഇനി ആ പൈസ ഈ നിന്ന നിപ്പിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ കടലിൽ പോയിട്ട് രാപ്പകൽ അധ്വാനിച്ച് ആ മീൻ ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റ് ആ ലാഭം കൊണ്ടുവന്ന് പിന്നെ കൊണ്ടുവന്ന് ടാക്സ് അടയ്ക്കണമെങ്കിൽ സമയം എടുക്കും. കർത്താവ് പറഞ്ഞു, പത്രോസേ, നീ അവിടെ നിൽക്ക്, ഒരു ചൂണ്ട എടുക്ക്, ഓടിച്ചെല്ല്, ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക, എന്നിട്ട് ഇത് കാശ് കൊടുക്കാനാണ് പറഞ്ഞത്. പത്രോസ് കൊടുത്തു. ഇതന്നെ പരിപാടിയാണ്. ഒറ്റ ചൂണ്ടയിൽ കിട്ടുന്ന, അവിടുത്തെ വല എടുക്കാനല്ലേ പറഞ്ഞു, ചൂണ്ട എടുത്തു പോയി മീൻ പിടിച്ച് ആദ്യം കിട്ടുന്ന മീനിനെ പറഞ്ഞു. മീനുകളെന്നല്ല, ആദ്യം കിട്ടുന്ന മീൻ.
പത്രോസ് ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒറ്റ മീനിൻ്റെ അകത്തു നിന്നും ടാക്സ് അടച്ചിട്ടില്ല, 2 പേരുടെ. കർത്താവ് പറയും, നീ എൻ്റെ കൂടെ നടന്നാൽ നീ ഓടി തളർന്ന വിഷയങ്ങളെ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് അത്ഭുതമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ജോലി സ്ഥലങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, ജോലി സ്ഥലങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുക, പലരുടെ മുമ്പിൽ ഒരു പരസ്യ കോലമായിട്ട് നിൽക്കുക ജോലി സ്ഥലങ്ങളിൽ. ഓ യേശുവിൻ്റെ നാമത്തിൽ, എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഞാൻ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുവാണല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കോട് പറയുന്നു, കർത്താവിനെ ഏൽപ്പിച്ച്, യേശുവെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുക, എനിക്ക് ബലം താ, എനിക്ക് ശക്തി താ. കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത്ഭുതമാക്കി മാറ്റും, ദൈവം അത്ഭുതമാക്കി മാറ്റും, ദൈവം അത്ഭുതമാക്കി മാറ്റും. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ രമണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവന കാണുന്നത്. രമണൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുക. രമണൻ, അങ്ങനെ ഒരു വ്യക്തിയെ കാണുക. ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവ് വലിയൊരു പ്രവൃത്തി വെളിപ്പെടുത്തുക. ഒരു കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിരാശകൾ തിങ്ങി നിൽക്കുന്ന അന്തരീക്ഷം, ഒന്ന് ഉറക്കെ ചിരിക്കാൻ പോലും പറ്റാത്ത അന്തരീക്ഷം, മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ള കുടുംബം, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ നിരാശകൾ വിട്ടുമാറട്ടെ, ആ കുടുംബത്തിൻ്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ, നന്മ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. എല്ലാ ബ്ലോക്കുകളും മാറട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കർത്താവേ, അങ്ങ് ഞങ്ങളെ കൈവിടുന്ന ദൈവമല്ല, അങ്ങ് ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളെ മാനിക്കുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണ്. അനുഗ്രഹിച്ച് ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു, അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഓ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി പ്രാർത്ഥന വിഷയം പറയരുത്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുള്ളതാണ്. ഇന്നലെ നമുക്ക് ഒത്തിരി സമയങ്ങൾ അങ്ങനെ എടുത്തായിരുന്നു. ഈ സമയത്ത് സാക്ഷ്യങ്ങൾ പറയുവാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സാക്ഷ്യങ്ങളോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളോ വെളിപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ സാക്ഷ്യങ്ങളുള്ളവർക്ക് പറയാം. ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോകണം. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോട്ടെ. ബ്രദർ ഇപ്പം പറഞ്ഞില്ലേ, പിന്നെ അത് ഡയറിയില് ചില സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ നടുക്ക് സെന്ററിൽ ഓൾ സോഴ്സ് ആണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ദൈവാത്മാവ് എന്നോടാണ് ഇടപെട്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. അപ്പൊ ഞാന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദൈവം തന്ന ഒരു വചനാണ്. ഞാൻ ആ കാറിന്റെ വിഷയം പറഞ്ഞപ്പം പറഞ്ഞല്ലോ, ദൈവം നിന്നെ ദേശത്തിലെ ഉന്നതങ്ങൾ വാഹനമേറ്റി ഓടിക്കുകയും യാക്കോബിന്റെ അനുഗ്രഹം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ അപ്പൊ എന്തായാലും ആ യാക്കോബിന്റെ അനുഗ്രഹം ദൈവം വാഹനം തന്നു. ഇനി ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ഈ ദിവസങ്ങളിൽ അങ്ങനെ ആ വാഗ്ദത്ത വചനം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഇന്ന് പരിശുദ്ധാത്മാവ് ബ്രദറിലൂടെ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് ഇടപെട്ടത്. അപ്പൊ ഞാൻ ഈ കാര്യം, ഈ ഒരു വിഷയം ബ്രദറിനോട് ഇന്നോ നാളെയായിട്ട് ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ പറയാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ ഇന്ന് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോഴൊന്നും എഴുതിയതല്ല, ഒരു 2-3-4 മാസങ്ങൾക്ക് മുൻപേ ഞാനിങ്ങനെ എഴുതി വെച്ചത്. അതിന് ഞാനിങ്ങനെ മാറി മാറി ഓരോ ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കും, കണക്ക് കൂട്ടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് തന്നെ ആയിരിക്കും പൂർണ്ണമായും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. എത്ര പേര് ആ ആലോചന കേട്ടായിരുന്നു? കേട്ടായിരുന്നു. ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററുടെ നടുക്ക് പേജിൽ വെക്കുന്നത് പോലെ അത് പറയാൻ വേണ്ടി ഇരുന്ന, പക്ഷെ കർത്താവ് അതിന് മുമ്പേ ആ വിഷയത്തെ ഏറ്റെടുത്തു. നന്ദി കർത്താവേ. ആ വിഷയത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട്, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഫിനാൻഷ്യൽ ഒരു ആലോചന കേട്ടാൽ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, സാമ്പത്തിക നന്മ കേട്ടാൽ ചാടി പിടിച്ചോണം. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണം. നിങ്ങളുടെ മേലും ആ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാവുക. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സാക്ഷിയുണ്ടോ? ബ്രദറെ, ഇന്ന് രാവിലെ എന്റെ വീട്ടിലോട്ട് കുറെ ആൾക്കാർ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കുറെ പാട്ടും ചെണ്ടയൊക്കെ കൂട്ടി ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്ന പോലെ കണ്ടു, സ്വപ്നം കണ്ടു. പ്രദക്ഷിണമൊക്കെ വരികയല്ല പണ്ട് പള്ളിയിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ.
കർത്താവെ ഞങ്ങൾ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, കൂടുതൽ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇനിമൽ ശ്രദ്ധിച്ചു, കർത്താവ് എനിക്കത് വ്യക്തമാകുന്ന രീതിയിൽ ഇനിയും ആഴങ്ങളെ അത് കാണിക്കണം. കർത്താവ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മ ആ കുടുംബത്തിലുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. കർത്താവെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ കുടുംബത്തിൽ ഇനിയും ആഴങ്ങളിലേക്ക് ആ കാഴ്ചകൾ വർദ്ധിക്കട്ടെ. ഇനിയും ആ കാഴ്ചകൾ വ്യക്തമായി അത് മനസ്സിലാകുന്ന രീതിയിൽ പ്രേമങ്ങളുടെ ഉള്ളിൽ അത് തുറക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. ഒരു അനുഭവം പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയാൻ മേല അങ്ങനെ നിൽക്കുന്ന ഒരു ആളുടെ കാര്യം പറഞ്ഞല്ലോ ബ്രദറെ. ഹലോ, ഇപ്പം പ്രാർത്ഥനയിൽ അതിപ്പം എൻ്റെ മോനെ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. എങ്കിലും കർത്താവ് ഇപ്പം പഴയതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ന് അവന് ഈ പ്രാവശ്യത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനിത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മോൻ്റെ കാര്യമാണ് ബ്രദർ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവന് അതുപോലെ ഒന്നും അറിയത്തില്ല, കഴിയുകയില്ലെന്നൊരു എപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയുണ്ട് അവന്. എങ്കിലും ഞങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് മകനെ അനുഗ്രഹിക്കട്ടെ, അവൻ്റെ മേൽ ആ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ബ്രദറെ എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദറെ. തീർച്ചയായും പറഞ്ഞു. ബ്രദറെ, ഞങ്ങളൊരു വീട് വെച്ചിട്ടൊരു 35 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതൊരു 15 വാർപ്പൊക്കെ കഴിഞ്ഞ് ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് അത് വീണ്ടും അതിന് ചോർച്ചയുണ്ടായിരുന്നു. അപ്പൊ അതിന് വീണ്ടും ഒന്നുകൂടെ വറുത്തിട്ട് എന്നിട്ട് ആ ചോർച്ച നിൽക്കുന്നില്ല, 3 മുറി അങ്ങ് ചോർന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 15 വർഷം കൊണ്ട് നല്ലപോലെ ബക്കറ്റ് വെച്ച് വേണം മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം എടുത്ത് കളയാനാ. 3 മുറിയിലും ബക്കറ്റ് വെക്കണം. അപ്പൊ ഈ അതേസമയം ഞാൻ ഇത് പ്രാർത്ഥിച്ച് കരഞ്ഞു, കർത്താവേ ഇതിപ്പോ ഇനി ഉടനെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇതെനിക്കൊന്നും പുതുക്കി പണിഞ്ഞു തരണം കർത്താവ്, അല്ല എന്നാലും ഇത് സാധ്യമല്ല പ്രജാന്ന് പറഞ്ഞാൽ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കരയുമായിരുന്നു. ഇപ്പൊ ഈ 3 മുറിയിൽ ഒരു തുള്ളി വെള്ളം പോലും മുറിക്കകത്ത് വീഴുന്നില്ല. എനിക്ക് ബക്കറ്റും വെക്കണ്ട, ഒന്നും വെക്കണ്ട, അവിടെ നമുക്ക് നിലത്ത് ഇരിക്കത്തക്ക തരത്തിൽ ഇരിക്കുന്നു. ഞങ്ങൾ ഒന്നും ചെയ്തില്ല. തിരിച്ചു ഈ 15 വർഷത്തിന് മുമ്പ് ചെയ്തതല്ലാതെ ഇപ്പൊ ഞങ്ങളൊന്നും ചെയ്തില്ല. അപ്പൊ 15 വർഷം കൊണ്ട് ഞാൻ ബക്കറ്റ് വെച്ച് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അത് പരിപൂർണമായിട്ട് ഉണങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഈ 3 മുറിയിലും അവിടെ വീഴുന്നില്ല. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോണം. നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മൾ സാധാരണ 15 വർഷമായിട്ട് ആ ചോർച്ചയുള്ള വീടാണ്, 15 വർഷമായിട്ടുള്ള സംഭവമാണ്, മാറ്റമില്ലാത്തതാണ് എന്ന് ഓർത്തോണം. അത് നന്നാക്കാൻ പൈസയില്ല, അതിനുള്ള വഴിയില്ല, പക്ഷെ കയ്യിൽ പ്രാർത്ഥനയുണ്ട്. ശ്രദ്ധിച്ചു നോക്കി, നന്നാക്കാൻ പൈസയില്ല, പക്ഷെ പ്രാർത്ഥനയുണ്ട്. ആൻറ്റി പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വഴി തുറക്കണം. അവിടെ എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വർഷമായിട്ട് ചോർന്നുകൊണ്ട് ഒളിച്ചുകൊണ്ടിരുന്ന ബക്കറ്റ് പിടിച്ച് വെള്ളം വെക്കുന്ന വീടിനകത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശക്തി അതിനെ മൂടിക്കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. നമ്മുടെ രോഗം മാത്രമല്ല, നമ്മുടെ ബുദ്ധിമുട്ടുകളെയും കർത്താവ് തൊടും. അതിപ്പം നമ്മൾ ചിന്തിക്കും, ഇത് ഏത് വിഷയം, നിങ്ങളുടെ വീടായിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല, ഏതും ആയിക്കോട്ടെ, ദൈവം അതേ തൊടും. ആമേൻ. കർത്താവ് ഇന്ന് ആ ഉറപ്പിച്ച വിശ്വാസത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദറെ, ഹസ്ബൻഡിന് ക്രിയാറ്റിൻ കൂടുതലായിട്ട് ഡയാലിസിസ് ചെയ്തിരുന്നു. ഇന്നലെ ക്രിയാറ്റിനൊക്കെ വളരെയധികം കുറവുണ്ട്. അതിനുശേഷം ഇപ്പൊ ആ ട്യൂബ് എടുത്ത് മാറ്റി ഇപ്പൊ ആൾ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് വന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇനി ക്രിയാറ്റിൻ കൂടാതിരിക്കാൻ വേണ്ടി എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ ആള് നല്ല സുഖമായിട്ട് യാതൊരു പ്രശ്നമില്ലാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു. ഇപ്പൊ ആ ട്യൂബൊക്കെ എടുത്ത് മാറ്റി അസ്വസ്ഥതകളൊക്കെ മാറി. അപ്പൊ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവെ പ്രിയ പിതാവിന് കൊടുത്ത മാറ്റത്തിന് നന്ദി. യേശു അങ്ങ് തൊട്ടല്ലോ, അങ്ങ് പ്രിയ പിതാവിനെ തൊടുന്നതിന് നന്ദി. പ്രായത്തിന്റെ ആധിക്യം ഉണ്ടെങ്കിലും കർത്താവ് ഒരു ആശ്വാസവും ബലവും കൊടുത്തതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഇന്ന് എന്റെ ചേട്ടന്റെ മകന്റെ ബർത്ത്ഡേ ആൽബിയ. അപ്പൊ അതിനു വേണ്ടി ഒരുമിച്ച് നമുക്ക് പറയാം. കർത്താവ്, ഞങ്ങൾ ആൽബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ നന്മയുണ്ടാകട്ടെ, കുടുംബത്തിലൊരു വെളിച്ചമായി വിളക്കായി മകൻ നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും, കർത്താവ് കുടുംബത്തിലും ദേശത്തിനും രാജ്യങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിച്ചെന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹലോ, മറ്റാരെങ്കിലും പറഞ്ഞു?
ഞാന് 2 ആഴ്ചയായല്ലോ സൂം മീറ്റിംഗിൽ കയറി തുടങ്ങിയിട്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് നാളായിട്ട് വായ ഇങ്ങനെ വരളുന്ന പോലത്തെ ഒരു അനുഭവമാണ്. തൊണ്ട ഇങ്ങനെ വരളും, നാവിനൊരു കനം പോലെ, സംസാരിക്കുമ്പോൾ ഒരു കുഴച്ചിലൊക്കെ തോന്നുമായിരുന്നു. അപ്പൊ ഷുഗർ ഉള്ളത് കൊണ്ട് അതിന്റെയാന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് ഞാനിപ്പോ ഈ വചനം കേട്ട് തുടങ്ങി കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മുതൽ ഞാനിങ്ങനെ അടിപ്പിണരാൻ സൗഖ്യം വരട്ടെ, മുറിയാൻ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞു ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ എന്റെ നാവിനൊരു കനം കുറവുണ്ട്. വായിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട്. അത് തീർച്ചയായിട്ടും കർത്താവിന് കൃപ. എനിക്ക് നാവിന് പെട്ടെന്ന് ഉച്ച വരെ ഒരു നല്ല കനം പോലെയായിരുന്നു. അത് 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു അനുഭവം വന്നിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയാൻറ്റി പറഞ്ഞ പോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ മാറ്റം വരാൻ തുടങ്ങി. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി. അത് പൂർണ്ണമായിട്ടും അകത്തെ എല്ലാ കൗണ്ടുകളും നോർമലായതിന് നന്ദി, സൗഖ്യമായതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 പറഞ്ഞു. ഹലോ, ഹല്ലേലൂയ. പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാന് 5 ദിവസം ഇൻസുലിൻ മരുന്ന് കഴിക്കില്ല. എന്റെ വിയർപ്പ് കൂടുതലും എങ്കിൽ പോലും ഒരു പ്രാവശ്യത്തെ 2 പ്രാവശ്യത്തേക്കുള്ളിൽ വരുന്നില്ല. മറ്റേ ഞാൻ ഒരു ഡ്രസ്സ് 10-12 നൈറ്റ് മാറുമായിരുന്നു. ഇപ്പൊ അതില്ല. തിളപ്പിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഷുഗർ 100 ഉണ്ടായിരുന്നു. ഇൻസുലിൻ കൊടുക്കാൻ ഗ്ലൈക്കോമെറ്റ് 1 gram കഴിച്ചോണ്ട്. ഇത് രണ്ടും ഞാൻ വചനം കട്ടായി പോയെന്ന് തോന്നുന്നത്. കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് വന്ന കട്ടായി പോയെന്ന് തോന്നുന്നു ആൻറ്റി പറഞ്ഞത്. എനിക്കൊന്ന് കട്ടായി പോകണം. എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നു വന്നത്. ക്ലിയർ ആയില്ല. നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യട്ടെ. മറ്റാ കേൾക്കുന്നുണ്ടോ? നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ക്ലിയർ ആകുന്നില്ല. പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിയർക്കുമായിരുന്നു. ഭയങ്കര അസ്വസ്ഥ. 5 ദിവസമായി ഷുഗറിന് മരുന്ന് കഴിക്കുന്നില്ല, ഇൻസുലിൻ എടുക്കില്ല, ഒന്നുമില്ല. വചനം മാത്രമാണ് ഞാൻ ഭക്ഷിക്കുന്നത്. ആമേൻ. പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ശരീരം വിയർക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിലെ ക്ഷീണങ്ങൾ മാറാൻ തുടങ്ങി, വിയർപ്പിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറാൻ തുടങ്ങി, കൗണ്ടുകൾ നോർമലാകാൻ തുടങ്ങി. ശരീരത്തിൻ്റെ മേൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മരുന്ന് എടുക്കുന്നില്ല, പക്ഷേ ശരീരത്തിൻ്റെ അകത്ത് വലിയ വ്യത്യാസങ്ങളെ കർത്താവ് ചെയ്തു. കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലാക്കി കർത്താവ് അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പറഞ്ഞു. ഞാൻ പ്രാർത്ഥനാ വിഷയം, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സൂം മീറ്റിങ്ങിന് കയറുന്നത്. പാസ്റ്റർ എനിക്ക് ലിങ്ക് അയച്ചു തന്നത്. പറഞ്ഞു. ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറയാം. ഇന്നാണ് ഞാൻ കയറിയത്. എൻ്റെ മോന് നാളെ എക്സാമാണ്, MCAയുടെ. അവന് ലാബ് എക്സാമും പ്രൊജക്റ്റും. അവന് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. നമ്മൾ ഈ വചനമൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇന്ന് പാസ്റ്റർ ഇതിൻ്റെ അകത്ത് യൂട്യൂബിനകത്ത് കുറെ ഇത് എന്താ വചനമൊക്കെ എഴുതി അതെല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്നാൽ അവനൊരു ഉള്ളിൽ ഭയങ്കര പേടിയാ. എൻ്റെ ഭാവി എന്താകും എന്ന് ഭയങ്കര പേടിയാ. അവന് നാളെ മറ്റന്നാളും വെള്ളിയാഴ്ച വരെ അവന് ലാബ് എക്സാം. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്റർ. തീർച്ചയായിട്ടും ഞങ്ങൾ കർത്താവ് ഇന്ന് മകനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ഭയം വിട്ട് മാറട്ടെ. ആ ഭയത്തെ കൊണ്ടുവരുന്ന എല്ലാ പിശാചിൻ്റെ തന്ത്രങ്ങളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ധൈര്യം ഉണ്ടാകട്ടെ, ഉറപ്പുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ. പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങൾക്ക്? പറഞ്ഞു.
പ്രൈസിലോട് ബ്രദറെ, ഞാൻ 3 ദിവസമായിട്ടുണ്ട് ഇതിലൊന്ന് ഒരു തവണ ഇതൊന്ന് യൂട്യൂബില് എങ്ങനെയാണ് ഈ വചനം ഒന്ന് പഠിക്കാനായിട്ട് അത്രയും ആഗ്രഹിച്ച് നടക്കുന്നതായിരുന്നു. അപ്പൊ യൂട്യൂബിൽ ഇത് കണ്ടിട്ട് ഇതിലൊന്ന് കേറാനായിട്ട് ഞാൻ 3 ദിവസമായിട്ട് ആ ലിങ്കിന് വേണ്ടി അത്രയും ആഗ്രഹിച്ച് മറ്റൊന്നിനാലും തൃപ്തി വരാതെ അതിന് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇന്ന് എനിക്ക് ആ മീറ്റിംഗിൽ കയറാൻ കഴിഞ്ഞ്, സൂമിൽ കയറാൻ കഴിഞ്ഞതിന് ഞാൻ കർത്താവിന് നന്ദി പറയണു ബ്രദറെ. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇതിൽ കയറാൻ പറ്റി. കയറിയിട്ട് ഇന്ന് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ പേര് രാജന്റെ കുടുംബത്തിനെ അനുഗ്രഹിച്ച അത് കേൾക്കുകയും ചെയ്ത് കർത്താവിന് നന്ദി, നന്ദി പിതാവേ, നന്ദി, നന്ദി, നന്ദി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന് കൃപയാൽ പ്രിയ സിസ്റ്റർ പറഞ്ഞാൽ ആഗ്രഹത്തോടെ വന്നു കർത്താവ് ഇന്ന് പ്രിയമകളെ നിറച്ചുകൂട്ടല്ലോ. അവസ്ഥകളെ ദൈവം മാറ്റും. ഇനിയും വചനത്തിലും പ്രാർത്ഥനയിലും വളരുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നത്. കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാര്യം ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഞാൻ കണ്ടതാണ് ഈ മെസ്സേജ്, ഇങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാൻ മെസ്സേജ് വിട്ടിരുന്നു. അങ്ങനെ എനിക്ക് പാസ്റ്റർ മെസ്സേജ് അയച്ചു ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. മറ്റേ സിസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ മോനും BBA പഠിച്ചുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂരിൽ. അവന് തന്നെ സെക്കൻഡ് ഇയറിൻ്റെ 4th സെമസ്റ്ററിൻ്റെ എക്സാം ആയിരുന്നു. അപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ കുറച്ച് ആബ്സെന്റ് വന്നു. പക്ഷെ അവന് ഹോൾ ടിക്കറ്റ് കൊടുക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. ലാസ്റ്റ് അവൻ ചെന്നപ്പോൾ ഹോൾ ടിക്കറ്റ് ഹോൾഡ് ചെയ്തു, അവർ കൊടുത്തിട്ടില്ല. പക്ഷേങ്കിൽ പാസ്റ്റർ ഇട്ട വചനം ഞാൻ അവൻ അയച്ചു കൊടുക്കുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവൻ്റെ അല്ലാതെ കുറച്ച് സബ്ജക്റ്റ് അവൻ എഴുതാനുണ്ടായിരുന്നു. അതിന് പോയി എഴുതാനായിട്ട് അവർ വിളിച്ചിട്ടുണ്ട് നാളെ. പക്ഷെ ഇതുവരെയും മറ്റേതിൻ്റെ ഹോൾ ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അവൻ്റെ ഈ ഭാവിക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഭയങ്കര, അവൻ്റെ വിദ്യാഭ്യാസത്തിനോട് ഭയങ്കര ഫൈറ്റിങ്സാണ്. അപ്പോൾ അവനൊരു വിശ്വാസം അവന് വന്നിട്ടുണ്ട്. ഈ സബ്ജക്റ്റിന് വേണ്ടി വിളിച്ചല്ലോ അമ്മ, ദൈവം എനിക്ക് വേണ്ടി വലിയ ചെയ്യും, ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടമ്മ എന്ന് പറഞ്ഞ് ഇന്ന് എന്നെ വിളിച്ചിരുന്നു. പാസ്റ്റർ എല്ലാവരും കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവം വിടിവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ് പ്രിയമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ജയമുണ്ടാവും. ആ അവസ്ഥകൾ മാറട്ടെ, ചേഞ്ച് ഉണ്ടാകട്ടെ, വലിയ മാറ്റം ഉണ്ടാകട്ടെ. ആ എക്സാമിൻ്റെ മേൽ ഉന്നത ജയം നേടി നല്ലൊരു ഭാവി അവൻ്റെ മേൽ തുറന്നു വരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഞാനൊന്നുകൂടെ പറയുന്നു, നിങ്ങൾ കഴിവതും നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയാൻ സമയങ്ങൾ എടുക്കണം. കാരണം വെച്ചാൽ ഞാൻ തന്നെയാണ് വാട്സാപ്പിൽ നിങ്ങളുടെ എല്ലാ പ്രയർ റിക്വസ്റ്റുകളും വായിക്കുന്നതും റിപ്ലൈ തരുന്നതും. അതുകൊണ്ട് അത് ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഞാൻ തന്നെയാണ് അതിൻ്റെ റിപ്ലൈ തരുന്നത്. അപ്പം എടുത്ത് നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ റിപ്ലൈ തരുന്നതും പ്രാർത്ഥിക്കുന്നതും നോക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട് ബ്രദർ തന്നെയാണോ എന്ന്. ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രാർത്ഥനാ വിഷയങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട. ഈ സമയത്ത് നമുക്ക് ടൈമിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ സമയം അതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പിലേക്ക് സാക്ഷ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നത്. അപ്പം ഈ സമയത്ത് സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗത്തിൽ പറയാവോ? എന്റെ പേര് ബ്രൈറ്റൻ ആണ്. പറഞ്ഞു. പറഞ്ഞോണ്ടിരുന്നില്ലേ മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നൊരു ഇല്ലാതെ നിൽക്കുന്നതെന്നാണ്. ഞാനിപ്പോ ബൈബിൾ കോളേജിൽ 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം ക്ലാസ് ഇപ്പൊ മുമ്പോട്ട് എന്ത് ചെയ്യേണ്ടത് ഐഡിയ ഇല്ല. തീർച്ചയായിട്ടും ഇപ്പം കർത്താവ് വഴി തുറക്കും ബ്രദറെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും ബലപ്പെടുക. പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും കേട്ടോ. ദൈവാത്മാവ് വേണ്ടുന്ന രീതിയിൽ പഠനത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കവും മയക്കവും ക്ഷീണവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ പ്രിയമകൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നല്ലോ. കർത്താവ് വചനം പഠിക്കുവാനും വചനം പഠിച്ചതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ കോളേജിൽ പരിശുദ്ധാത്മാവിൻ്റെ പഠനത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ മകനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. വലിയൊരു പകർച്ചയെ ഞങ്ങൾ അയക്കുന്നു. കർത്താവ് മകൻ്റെ മേലെ അയക്കുന്നതിന് നന്ദി. ബലമുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ 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 പറഞ്ഞു. ഞാന് മേഴ്സി ജേക്കബ്. ഞാന് പാസ്റ്റിങ്ങിന്റെ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാനത് എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡയറി എന്ന് പറഞ്ഞാല് ഹോൾ ഉള്ളത് ഇങ്ങനെ ഈ റിങ് കമ്പിയിട്ട് ആ ഡയറിയിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ ഡയറിയെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി.
അപ്പോൾ ആ ഡയറി ഞാനൊരു ഫെബ്രുവരി ആദ്യം തൊട്ടാ ഈ സൂം മീറ്റിംഗിൽ ഞാൻ കയറുന്നത്. അപ്പൊ അതിങ്ങനെ എഴുതി എഴുതി പകുതി ഭാഗമായി. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ എൻ്റെ കുറച്ച് പണ ഇടപാടിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് കിട്ടാനുള്ളതും എനിക്ക് കൊടുക്കാനുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യം തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയമകളുടെ വിഷയത്തെ കർത്താവ് തൊട്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ട് ഏറ്റെടുത്തോണം. യേശുവിനകത്തിൽ വലിയൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ മാത്രമല്ല, സ്പിരിച്വലി ഭൗതികമായിട്ട് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങുകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ, പറഞ്ഞു ഇന്ന് ജോലി സ്ഥലത്തെ പ്രതിസന്ധി കാര്യം പറഞ്ഞത് എൻ്റെ വിഷയമായിട്ട്. ഞാനൊരു 3-4 വർഷമായിട്ട് എൻ്റെ ജോലി സ്ഥലത്ത് മുന്നോട്ട് വിടാതെ നമ്മളെ അങ്ങ് അടിച്ച് താക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ ഇൻക്രിമെന്റ് തരാതെ ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മേലോട്ട് വിടുന്നില്ല, HR ഡിപ്പാർട്ട്മെന്റിലോട്ട്. അപ്പൊ HR ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സാലറി കൂട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന് റിപ്ലൈ തന്നില്ല. എനിക്ക് സാലറി കൂട്ടി കിട്ടണം, അവിടെ ഒരു സമാധാനത്തോടെ ജോലി ചെയ്യണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും കർത്താവ് ആലോചന വെളിപ്പെടുത്തിയതാണ്. ജോലി മേഖലകളിൽ ഉയരാൻ കഴിയാതെ പ്രഷർ ചെയ്യുന്ന അനുഭവം കർത്താവ് അങ്ങനെ ഇടപെട്ടതാണല്ലോ. പ്രിയ മകളുടെ വിഷയത്തെ മകളത് ഏറ്റെടുത്തോണം, സിസ്റ്റർ ഏറ്റെടുത്തോണം. ഞാനത് സ്വീകരിക്കുമെന്ന് പറഞ്ഞു, യേശുവിനതിൽ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കർത്താവെ ഞങ്ങളെന്ന് അനുഗ്രഹിക്കുന്നു. പ്രിയമകളത് വിശ്വസിക്കുമ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയൊരു വിശാലത ഉണ്ടാകട്ടെ. ഏത് വ്യക്തിയാണോ തടയി നിൽക്കുന്നത്, ഏത് വ്യക്തിത്വങ്ങളാണോ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്, അവരുടെ കരങ്ങളെ ഞങ്ങൾ യേശുവിനത്തിൽ എടുത്തു മാറ്റി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം മുതൽ അത് ആക്റ്റീവ് ആകട്ടെ. ഈ നിമിഷം മുതൽ ആക്റ്റീവ് ആകട്ടെ. ഇൻക്രിമെന്റുകൾ, ബ്ലോക്കുകൾ മാറട്ടെ. ദൈവം ആലോചന പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്നതുപോലെ നിങ്ങൾ മടങ്ങി പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തെ ആള് മാറിയവരെ പോലെ കർത്താവാക്കും. ആലോചനയിലും വചനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നമ്മുടെ നായകൻ യേശുവാണ്. കർത്താവ് മാറത്തില്ല, വാക്ക് മാറത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല. വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. നമുക്ക് ഡോക്ടർ രാകേഷിന് വേണ്ടി അദ്ദേഹം ഒരു പ്രയർ റിക്വസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു കുടുംബമായിട്ട് അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. അദ്ദേഹം കുടുംബമായിട്ട് യേശുവിലേക്ക് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ലൊരു ആഗ്രഹമാണ്. കുടുംബമായിട്ട് എല്ലാ അനുഗ്രഹത്തേക്കാൾ ഏറ്റവും വലുത് കുടുംബമായിട്ട് കർത്താവിൻ്റെ സാക്ഷിയാകുക എന്നുള്ളത്. ഞങ്ങൾ അനുഗ്രഹിച്ച് എല്ലാവരും ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടറും ഫാമിലിയും മാത്രമല്ല, ഒരു കുടുംബക്കാരും മുഴുവനും യേശുവിലേക്ക് വന്ന് ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാൻ, ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ വലിയൊരു അഭിഷേകത്തിൻ്റെ പുതപ്പ് പ്രേമകൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്ന, ആഗ്രഹമുള്ള ഓരോരുത്തരും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ കുടുംബമായിട്ട് ആരാധിക്കും. അങ്ങനെ ആഗ്രഹമുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. കുടുംബമായിട്ട് എനിക്ക് ദൈവത്തെ സ്തുതിക്കണം. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നത്. നാളെ ഞാൻ എൻ്റെ കുടുംബമായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട്, എൻ്റെ ഹസ്ബൻഡുമായിട്ട്, എൻ്റെ കുടുംബക്കാരുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥനയിൽ കയറും, പ്രാർത്ഥനയിലിരിക്കും, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കുടുംബമായിട്ട് തലമുറകളോടൊപ്പം ഇരുന്ന് വചനം കേൾക്കട്ടെ. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി എന്നുള്ളത്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന വചനങ്ങൾ ഏതാണോ നിങ്ങളുടെ വിഷയം അത് ചേർത്ത് എങ്ങനെ പറയണം എന്നുള്ളത് നിങ്ങളെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രഖ്യാപനങ്ങളെ ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറയുവാൻ ആരംഭിച്ചാട്ടെ. അത് പറയുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ നിങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കും. പറയുമ്പോൾ അത് വെളിപ്പെട്ട് വരും. അങ്ങനെ തന്നെ വെളിപ്പെട്ട് വരും. മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ പറയാൻ ആരംഭിച്ചാട്ടെ.